താടിയുടെ അടിഭാഗം വരെ മതി, ഒന്നങ്ങ് കയറ്റിയിട്ട് കൈമുട്ട് വരെ എന്ന ഒരൽപ്പം മേലോട്ട്, കാൽ ഞെരിയാണി വരെ മതി, എന്നാലും ഒന്നൊരൽപ്പം മേലോട്ടൊന്ന് കയറ്റിയിട്ട് നനക്കുക. ഇങ്ങനെ കഴുകുന്ന സമയത്ത് കുറച്ച് കൂടുതലാക്കി എടുക്കുക. അത് വസ്വാസ് ആവും ചെയ്യരുത് എന്ന് ഒരൽപ്പം ഇസ്ബാഹുൽ വുദു, അകൃത്യമാക്കണ്ട. കാലും അല്ല കൈയിന്റെ മുട്ട് വരെ കഴുകിയാൽ മതി എന്ന് ഇവിടെ ശരിക്കും അടയാളം വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരൽപ്പം മേലോട്ട് കയറിക്കോട്ടെ, ഒരു ദിറാഇന്റെ പകുതി വരെ ആയാലും കുഴപ്പമില്ല എന്നാ അത് പൂർത്തിയാക്കി എടുക്കുക. അതും അലൽ മഖാരിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീത്തിൽ. അത് നമുക്ക് പ്രയാസമുള്ള നേരം, തണുത്തിട്ട് എഴുന്നേൽക്കുകയാണ്, വെള്ളവും തണുപ്പ്, അല്ലെങ്കിൽ നല്ല ചൂടുകാലാണ്, നല്ല തിളച്ച വെള്ളമാണ്, പ്രയാസം ഉണ്ടാവും. നമുക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരൽപ്പം വുളു എന്ത് ചെയ്യുക, മിനിമം ആക്കിയെടുക്കാതെ, മിനിമം പരിപാടി ഒന്നും മാറ്റി വെച്ചിട്ട് വുളു അങ്ങ് പൂർത്തിയാക്കി എടുക്കുക. അത് ഇൻഷാ അല്ലാഹ് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ, വുളു ചെയ്യുകയും ഫയുസ്ബിഗുൽ വുളുഅ, വുളു നന്നാക്കി എടുക്കുകയും ചെയ്തു, സുമ്മ യഖൂലു ഹീന യഫ്റുഗു മിൻ വുളുഇഹി, വുളു കഴിയുമ്പോൾ പറയുകയും ചെയ്തു എന്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ബാക്കിയുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഇത്ര പറഞ്ഞാൽ തന്നെയും ഇല്ലാ ഫുതിഹതു ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് ഭക്തിയോടുകൂടെ നിസ്കരിക്കുക. ബികുല്ലി ഖുശൂഇൻ, നല്ല ഭയഭക്തിയോടുകൂടെയുള്ള 2 റക്അത്ത്. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, മൻ തവല്ല, സ്വഹീഹാണ്, സ്വഹഹുൽ അൽബാനി, മൻ തവല്ല ഫഅഹ്സന വുളുഅ, ഒരാൾ വുളു എടുക്കുകയും വുളു നന്നാക്കി എടുക്കുകയും ചെയ്തു, ثم صلى ركعتين, അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. എങ്ങനത്തെ നിസ്കാരം, യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, തന്റെ മുഖവും തന്റെ ഹൃദയവും ആ നിസ്കാരത്തിലേക്കാണ്. അങ്ങനത്തെ നിസ്കാരം അത് ഇച്ചിരി പ്രയാസമാണ് അല്ലേ. തന്റെ ഖൽബും തന്റെ ഹൃദയവും മുഖവും എല്ലാം നിസ്കാരത്തിലേക്ക് കൊടുത്താൽ വജബത ലഹുൽ ജന്ന, സ്വർഗ്ഗം അയാൾക്ക് നിർബന്ധമാണ്. ഇത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ പറഞ്ഞില്ലേ, യാ ബിലാൽ, ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു കാലൊച്ച കേട്ടു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളായിരുന്നു എന്ന് ബിലാൽ ഇബ്നു റബാഹ തങ്ങളോട് ബഹുമാനപ്പെട്ടവരുടെ നബി തങ്ങൾ ചോദിച്ചു, യാ ബിലാൽ, നിങ്ങൾ സ്വർഗ്ഗം കിട്ടാൻ മാത്രം അങ്ങയെ യോഗ്യനാക്കിയ ഈ അത്ഭുതകരമായ കാര്യം എന്താണ്? ഇപ്പൊ പറഞ്ഞു, നബിയെ, മറ്റൊന്നുമല്ല, ഞാൻ എപ്പോ വുളു മുറിഞ്ഞാലും പുതുതായിട്ടൊന്ന് വുളു എടുക്കും. വുളു എടുത്താൽ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാലോ. അത് ഞാൻ ഫയുസല്ലി ലില്ലാഹി മാഷാ, ഞാൻ അല്ലാഹു എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത്രയൊക്കെ ഞാൻ ഒരുപാട് നിസ്കരിക്കും എന്നർത്ഥം. വുളു കഴിഞ്ഞാൽ ഞാൻ വുളു എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇത് ഒരു വലിയ അത്യാവശ്യമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ വെറും തിന്മകളും വേണ്ടാത്തരങ്ങളും ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാടുകളും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. വുളുഇന്റെ അവസ്ഥയിൽ നടക്കുക, പിശാച് വരൂല. എപ്പോഴും വുളു ഉണ്ടായിരിക്കുക, ഒരു വിധം കഴിയുമെങ്കിൽ വുളു ഉണ്ടായി. വുളു മുറിഞ്ഞു ബാത്റൂം പോയോ, വുളു എടുക്കാൻ സൗകര്യമുണ്ടോ, വേഗം വുളു എടുത്തെടുക്കുക. വുളു മുറിഞ്ഞും തോന്നുന്നുണ്ടോ, വേഗം വുളു എടുക്കുക. ആ വുളുഇന്റെ അവസ്ഥയിലാകുമ്പോൾ അള്ളാഹുവിന്റെ മാലാഖമാർ നമുക്ക് കാവല് തരും. അപ്പൊ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ഈ വുളു അങ്ങ് പോയാൽ നമ്മൾ എയറിൽ പട്ടത്തിന്റെ കയറ് പൊട്ടിയ പോലെ എങ്ങനെയും പോയി പോകും. പക്ഷെ വുളു അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൺട്രോളിലാണ്. അള്ളാഹുവിന്റെ മാലാഖമാരുടെ സഹവാസം ഉണ്ടായിരിക്കും വുളു ഉണ്ടാകുമ്പോൾ. എങ്ങാനും മരിക്കുകയാണെങ്കിൽ ആ വുളുവിന്റെ അവസ്ഥയിൽ മരിച്ചൂടെ? ഇപ്പൊ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന എങ്ങനെ നിമിഷങ്ങൾക്കകം എല്ലാം കഴിഞ്ഞു പോകില്ലേ? ഒരു കലിമ ചൊല്ലാനോ ഓർത്തെടുക്കാനോ പോലെ സമയം ഉണ്ടാവില്ല, അപ്പോഴേക്കും മരണം സംഭവിക്കുക. വുളുവിന്റെ അവസ്ഥയിലാണ്. അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല. എങ്ങനെ പോയാലും മുഅ്മിനായ മനുഷ്യന് പെട്ടെന്നുള്ള മരണം നല്ലതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ക്ലിയർ ആയിട്ട് നടക്കുകയാണ്. വുളു ഉണ്ടായിക്കോട്ടെ എപ്പോഴും, പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യാണ് വുളു ഉണ്ടായിരിക്കുക. പറ്റുമെങ്കിൽ വുളു എടുക്കുക. ബാത്റൂം പോയി, ഫ്ലൈറ്റിൽ നിന്ന് ബാത്റൂം പോയി പിന്നെ എങ്ങനെ വുളു എടുക്കാന്ന് അപ്പം വന്ന സംശയം അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ഡ്രൈ തൈമം ഉണ്ടല്ലോ, മണ്ണൊന്നും ഉപയോഗിക്കാതെ തന്നെ തൈമം ചെയ്യാൻ പറ്റുമല്ലോ. ആ സീറ്റ് മുലൊക്കെ ഒന്ന് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മുഖവും ഒരു കൈ കൊണ്ട് മറ്റേ കൈ ഒരു തൈമും, ഒരു ഡ്രൈ തൈമും. അവിടെ അതല്ലേ പറ്റുള്ളൂ, അവിടെ മണ്ണ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അത് മതി. ഇത് ഉലമാ പറ്റുമെന്ന് പറഞ്ഞതാ. അത് ഇങ്ങനത്തെ സ്ഥാനങ്ങളിൽ ഉപയോഗിക്കാനാണ്. വെറുതെ വർത്തമാനം പറയല്ല ഫുഖഹാ പറയുന്നു. അങ്ങനെ ഒരു വുളു എടുത്ത് വെക്കുക, ആയിക്കോട്ടെ. ഒരു സിംബലിക് വുളു നമ്മുടെ കയ്യിലുണ്ട്. സുബ്ഹാനല്ലാഹ്.
വുളൂവിന്റെ അവസ്ഥയിൽ ഉണ്ടായിരിക്കുക. അത് പരമാവധി നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗപ്രവേശനത്തിന്റെ കാരണം പറഞ്ഞതാ, നബിയെ ഞാൻ എപ്പോൾ വുളു മുറിഞ്ഞാലും വുളു എടുക്കുന്നു. നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അത്തർജീദു മഅൽ മുഅദ്ദിനി, അല്ലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആളിന്റെ കൂടെ ബാങ്കിന് മറുപടി കൊടുക്കുക. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വർത്തമാനങ്ങൾ നിർത്തിവെക്കണം. ഉലമാ പറയും, ഖുർആൻ ഓതുന്ന ആൾക്ക് വേണമെങ്കിൽ ഖുർആൻ ഓതി കംപ്ലീറ്റ് ചെയ്യാൻ വിരോധമല്ല, എന്നാലും അത് നിർത്തിയിട്ട് ആ ബാങ്കിന് ഉത്തരം കൊടുക്കൽ തന്നെയാണ് ശ്രേഷ്ഠത. സുബ്ഹാനല്ലാഹ്. ആ വാങ്ങിന് ഉത്തരം കൊടുക്കുക. ഇത് അള്ളാഹുവിന്റെ വിളിയാളമാണ്. അള്ളാഹു വിളിച്ചു പറയാൻ പറഞ്ഞതാണ്. അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. അതിന് ഉത്തരം കൊടുക്കുന്നതിന്റെ ഈമാനിനെ പുതുക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ ഞാനും അതിന് ഉത്തരം തരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറപ്പാണ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ദൂതരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂൽ. നിങ്ങൾ പറഞ്ഞ ഒപ്പം ഞാനുണ്ട്. ഇങ്ങനെ മുഅദ്ദിനോടൊപ്പം വാങ്ങിന് മറുപടി പറയാം. അതെന്തൊരു അത്ഭുതമാണ്. നിസ്കാരം നമുക്ക് കിട്ടിത്തന്നത് ആരാ കൊണ്ടുവന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം, ആ ബാങ്ക് നിസ്കാരത്തിന്റെ ആരംഭമാണ്. നിസ്കാരം കിട്ടിയത് മിഅ്റാജിന്റെ രാവിലെ അഷ്റഫുൽ ഖൽഖിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നമ്മളിലേക്ക് എത്താനുള്ള വസീല ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ബാങ്ക് കൊടുത്ത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവേ, ഞങ്ങളുടെ റസൂലിന് വസീല എന്ന സ്ഥാനം നീ കൊടുക്കണേ പടച്ചവനെ. അത് അല്ലാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണ്. മഖാമം മഹ്മൂദ് എന്ന അതിലും വലിയൊരു സ്ഥാനമുണ്ട്. ഞങ്ങളുടെ നബിക്ക് നീ വസീല കൊടുക്കണേ. ആ വാക്കിന്റെ അർത്ഥം തന്നെ ഞങ്ങൾക്കിത് കൊണ്ടുവന്ന ആൾ എന്നാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം ഞങ്ങൾ കൊണ്ടുവന്ന നബിയല്ലേ, ആ നബിക്ക് വസീല എന്ന സ്ഥാനം കൊടുക്കുക. ഈ ദുആ കൂടെ ചെയ്താൽ ശഫാഅത്തും ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഅദ്ദിനുമാർക്ക് പ്രത്യേകമായിട്ടൊരു ഒരു ഹദീസ് ഉണ്ട്. 12 കൊല്ലം അള്ളാഹുവിന് വേണ്ടി വാങ്ക് വിളിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി വാങ്ക് വിളിച്ചതാണ്. മൻ അദ്ദന 12 സന വജബത ലഹുൽ ജന്ന. 12 വർഷം ഒരാൾ അള്ളാഹുവിന് വേണ്ടി വാങ്ക് വിളിക്കുന്ന ഒരു ജോലി ചെയ്താൽ വജബത ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. 12 വർഷം. ചില കണക്കുകളുണ്ട്. 40 വർഷം ജമാഅത്ത് നിസ്കാരം കിട്ടിയാൽ 40 ദിവസം ജമാഅത്ത് എല്ലാ ദിവസവും രാത്രിയിലും അല്ലാഹു തആലാക്ക് ഫർള് നിസ്കാരത്തിലെ ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ ജമാഅത്ത് കിട്ടി. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ ഇമാമോട് കൂടെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയാൽ അയാൾക്കും സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ. 40 ദിവസം ഒരാൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ഫി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. യുദ്രികു തക്ബീറത്തുൽ ഊല. ആദ്യത്തെ റക്അത്തിലെ അല്ലാഹു അക്ബർ എന്ന ഇമാമിന്റെ തക്ബീറോട് കൂടെ തക്ബീർ ചൊല്ലാനുള്ള അവസരം ഉണ്ടായാൽ കുതിബ ലഹു ബറാഅതാനി. 2 വിഷയങ്ങളിൽ അല്ലാഹു മോചനം നൽകും. ഒന്ന് ബറാഅത്തുൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനം. മറ്റൊന്ന് ബറാഅത്തുൻ മിനൻ നിഫാഖ്, കപട വിശ്വാസം ഇയാൾക്കുണ്ടാവില്ല, മുനാഫിക്കിന്റെ സ്വഭാവങ്ങൾ ഇയാൾക്കുണ്ടാവില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊരു കാരണമാണ് 40 ദിവസം. പിന്നെ സുന്നത്തായ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. മൻ സ്വല്ലാ ഫിൽ യൗമി വൽ ലൈല 12 റക്അതൻ തതവ്വുഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah. അല്ലാഹുവിന് വേണ്ടി സുന്നത്തായി 12 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് പണിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 റക്അത്ത് ഇവിടെ പറഞ്ഞ സുന്നത്ത്. ഇപ്പൊ വേറെ സുന്നത്തുകളുടെ എണ്ണത്തിലൊക്കെ നമുക്ക് മുമ്പ് മനസ്സിലാക്കിയതൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ 12 റക്അത്ത് സുന്നത്ത് ഞാൻ പറയാം. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്ന. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്. ളുഹർ കഴിഞ്ഞാൽ 2 റക്അത്ത്. അസ്റിന്റെ മുമ്പ് ശേഷവും വേണ്ട. മഗ്രിബ് കഴിഞ്ഞാൽ 2, ഇശാ കഴിഞ്ഞാൽ 2, സുബ്ഹിന്റെ മുമ്പ് 2. ഇതാണ് ഈ 12 റക്അത്ത്.
എന്നാൽ അസറിന്റെ മുമ്പ് സുന്നത്തുണ്ടെന്നാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. 4 റക്അത്ത് സുന്നത്തുണ്ടെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പുണ്യം കിട്ടാൻ പറഞ്ഞ 12 എന്ന് പറഞ്ഞത് സുബ്ഹിന്റെ മുമ്പ്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത്, പിന്നെ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്. അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് 4 ഫർളായ 4 ഈ സുന്നത്തായ 6 10 റക്അത്ത് കിട്ടും. ഇപ്പൊ ഈ ഹനഫി മദ്ഹബൊക്കെ വളരെ കണിശമാണ് ഈ സുന്നത്തിന്റെ വിഷയത്തിൽ. അവരൊക്കെ ഇഷ്ടംപോലെ സുന്നത്ത് ഇത് വിടാതെ നിസ്കരിക്കാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പോ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2, അസറിന്റെ മുമ്പോ ശേഷമോ പറഞ്ഞില്ല, മഗ്രിബിന്റെ ശേഷം 2. മഗ്രിബിന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരം വന്നിട്ടുണ്ട് ഹദീസിലൊക്കെ. ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലായി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതായിട്ട് ഹദീസിൽ കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ സുന്നത്തുകളാ, വേണ്ടവർക്ക് അതൊക്കെ എടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ ഈ 12 വിടാതിരിക്കുക. മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഇശാഇന്റെ മുമ്പ് സുന്നത്തുണ്ട്, 4 വരെ നിസ്കരിക്കാം. പക്ഷെ ഇശാഇന്റെ ശേഷം 2 വിടാതിരിക്കുക. ഈ 12 റക്അത്ത് കിട്ടിയാൽ നമുക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിതു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസ്. 12 അപ്പൊ ഏതൊക്കെയാണ്? സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം അസറിന്, മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം 2. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി നിസ്കാരം മൊത്തത്തിൽ വർദ്ധിപ്പിക്കൽ ഒരു ആവശ്യമാണ്. നിസ്കാരത്തിന്റെ എണ്ണം, ഇപ്പൊ നിസ്കാരം കൂടുമ്പോഴാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് വലിയൊരു ആശ്വാസവും ഒരു പ്രകാശവും ഒക്കെ നൽകുന്നത് നമ്മുടെ നിസ്കാരം വർദ്ധിക്കുമ്പോഴാണ്. കസറത്തു സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അങ്ങനെ ഇമാമിയങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. രാത്രി നിസ്കാരം ഖിയാമുൽ ലൈലിൽ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് ഒരുപാട് സുജൂദുകൾ വർദ്ധിപ്പിക്കണോ, അതല്ല വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് ഖിറാഅത്തുൽ ഖുർആൻ വർദ്ധിപ്പിക്കണോ? ഏതാണ് പുണ്യം? 2 തരത്തിൽ ഉലമാഇന് അഭിപ്രായമുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം കസറത്തു സുജൂദിന്റെ എണ്ണം വർദ്ധിച്ചോട്ടെ, കാരണം അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണല്ലോ. സംഭവം റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു രാത്രി കഴിച്ചുകൂട്ടി. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളവും അവിടുത്തെ ശുചീകരണത്തിന് ആവശ്യമായതും ഞാൻ കൊണ്ടുകൊടുത്തു. ഫഖാല ലീ, അപ്പൊ എന്നോട് പറഞ്ഞു, സൽ, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതൊരു ഭയങ്കര ഭാഗ്യമാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറയിരിക്കാൻ പോകുമ്പോൾ ആവശ്യമായ വെള്ളവും അത് കഴിഞ്ഞ് നബി തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം 2ഉം ചെറുപ്പക്കാരനായ ഈ സ്വഹാബി റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഒരു സന്തോഷം തോന്നി, ഒരു ഉപകാരം ചെയ്തു കൊടുത്തു. തങ്ങൾക്കത് ഭയങ്കര തങ്ങൾ ചോദിച്ചു, സൽ, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ചോദിക്കാമെന്ന് പറഞ്ഞു. അതൊരു ചാൻസാണ്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അവർ നല്ലൊരു ചോദ്യം ചോദിച്ചു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയോട് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടണം. അസ്അലുക, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, മുറാഫഖതക ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് ഇരിക്കണം നബിയെ, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും ഉണ്ടോ? ഹുവ ദാക യാ റസൂലല്ലാഹ്, അതെന്നെ മതി നബി, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ആ വിഷയം ഞാൻ ഏറ്റെടുത്തു, പക്ഷേ നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്തിട്ട് എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ ഈ വിഷയത്തിൽ എന്ന് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പോൾ രാത്രി റക്അത്തുകൾ നിസ്കാരം വർദ്ധിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. റമദാനൊക്കെ വരാൻ പോണത്, രാത്രികളൊക്കെ വെറുതെ ഫിഫ കപ്പും കണ്ടിരുന്ന് ആ രാത്രികളൊക്കെ ഫസാദാവാനാ പഞ്ഞ് പോണത്. എൻ്റെ ഏറ്റവും വലിയ ബേജാറത, ഈ റമദാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് കൊളായി. എന്നാ അതൊക്കെ നിർത്തിവെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലോ ഉറക്ക് അല്ലേ, അല്ലെങ്കിൽ അവന് ഉറക്കും, നേരം വെളുക്കോളം കട്ടൻ കാപ്പി കുടിച്ച് ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നിസ്കാരത്തൊക്കെ നിന്നോ ഉറക്കം വന്നു. ആ രാത്രിയുടെ യാമങ്ങളൊക്കെ 2 റക്അത്തുകളായി അല്ലാഹുവിനെ നിസ്കരിച്ചിട്ട് നീ നിന്റെ റബ്ബിനോട് നന്ദി കാണിക്കേ.
അള്ളാഹു നിനക്ക് പ്രകാശം തരും, അള്ളാഹുവിനോട് നീ അടുപ്പത്തിലാകും, നിന്റെ വിഷയങ്ങളിൽ റബ്ബിന്റെ ഇടപെടൽ നിനക്ക് കാണാൻ കഴിയും. ധാരാളം നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കാൻ നമ്മൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നിനക്ക് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലൗ കമഫ്ഹസി ഖത, അത് ചെറിയൊരു മാടപ്രാവിൽ ഇരിക്കാനുള്ള അത്ര ഉള്ളെങ്കിൽ പോലും അള്ളാഹു സ്വർഗത്തിൽ വീട് പണി കൊടുക്കുന്ന, അതിൽ ഹദീസിൽ വന്ന ഏറ്റവും വലിയ അത്ഭുതം, മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് അങ്ങനത്തെ പള്ളി, ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അള്ളാഹു അതിന് പകരം സ്വർഗത്തിൽ കൊടുക്കുമെന്നാണ്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ചെയ്യണം. അത് നിയ്യത്തിന്റെ ഒരു വിഷയമാണ്. അത് ആരാണോ നിർവഹിക്കാൻ പോകുന്നത് അവരെന്ത് ചെയ്യുക, ആ വിഷയം ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ. എങ്ങനെ? ഇവിടത്തെ അള്ളാഹുവിന്റെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വന്ന് നിസ്കരിക്കാൻ ഒരു സൗകര്യം വേണം. അവർക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടൊരു പള്ളി വേണം. അത് എനിക്ക് അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹു തന്നതല്ലേ, ഞാൻ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ. ഇവിടെ ആളുകൾ നിസ്കരിക്കണം, ആളുകൾ പള്ളിയുമായി ബന്ധമുണ്ടാവണം, ആളുകൾ പിശാചിലേക്ക് പോകരുത്, ആളുകൾ അള്ളാഹുലേക്ക് വരണം. ഇതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ ഉണ്ടാക്കിയാൽ ഇൻഷാ അള്ളാഹ് സ്വർഗത്ത് കിട്ടും. അല്ല സംഘടനക്ക് അടിസ്ഥാനം ഉണ്ടാക്കാനാണ്, പിരിവുണ്ടാക്കാൻ, അതിനൊന്നും അള്ളാഹിന്റെ അടുത്ത് കിട്ടൂല. നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നമുക്ക് അഡ്രസ് ഉണ്ടാക്കാനോ നമ്മുടെ കലണ്ടർ തൂക്കിയിടാനും അത് ആ ഇഷ്ടികയും ആ സിമെന്റും കല്ലും ഒക്കെ നഷ്ടമാണ്, അള്ളാഹുവിന്റെ അടുത്ത് കിട്ടൂല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവണം. അതാണ് ലക്ഷ്യം, വേറൊന്നുമല്ല. അതിനാണ് ഇത് ഭയങ്കര പ്രശ്നമാണ്. പള്ളി ഉണ്ടാക്കാൻ അത്ര എളുപ്പമാണ്. എത്ര ആളുകൾ പള്ളി ഉണ്ടാക്കുന്നുണ്ട്? പള്ളിയോട് പള്ളി. എന്തിനായി പള്ളി ഉണ്ടാക്കുന്നത്? ആവശ്യമായ സ്ഥലത്ത് ഉണ്ടാക്കൂല, ഉള്ളടുത്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് 2, 3, 4 ബാങ്കോട് ബാങ്ക്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയും പ്രയാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഖിയാമത്ത് നാൾ വരെ യോജിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി തീർക്കുന്ന ഘട്ടങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റകരമായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പള്ളിയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും, നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതും വരുന്നതും, ഇപ്പൊ നിസ്കാരം നിർവഹിക്കാൻ പള്ളിയിൽ തന്നെ പോകണമെന്നുണ്ടോ ഇല്ലയോ, നമ്മൾ അങ്ങനെയൊക്കെ വലിയ ചർച്ച ചെയ്യും. ഫിഖഹിന്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിസ്കരിച്ചാലും റൂമിൽ നിസ്കരിച്ചാലും നിസ്കാരം സ്വഹീഹാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ഹദീസുകളിലൊക്കെ വന്നതനുസരിച്ച് നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജമാഅത്തിന് വരാത്ത ആളുകളുടെ പോരക്കൊക്കെ പോയി അവരുടെ പുര ഞാൻ തീ വെച്ചാലോ എന്ന് ആലോചിച്ചു പോകുന്നു എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മുടെ ഉലമാ, ഫിഖഹിന്റെ ഉലമാ, ഫുഖഹാക്കൾ അതിന് കൊടുക്കുന്ന മസ്അല മറ്റൊന്നാണ്. ഫുഖഹാ അതിന് ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള മസ്അല പ്രകാരം പള്ളിയിൽ പോയി നിസ്കരിച്ചാലും നിസ്കാരം സ്വഹീഹ്, കൂലി ഒരുപാട് കിട്ടും. വീട്ടിൽ നിസ്കരിച്ചാലും നിസ്കാരം സ്വഹീഹാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, പള്ളിക്ക് വേണ്ടി നിസ്കരിക്കാൻ പോകുന്നതും പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നതും ഇതൊക്കെ അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് വിരുന്നൊരുക്കി വെക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഗദാ ഇലൽ മസ്ജിദി, ഇതൊന്നും റൂം നിസ്കരിക്കാൻ കിട്ടൂല. മൻ ഗദാ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് ഒരാൾ നടന്നുപോയി, ഔ റാഹ, അല്ലെങ്കിൽ പള്ളിയിൽ രാവിലെ പോയി അല്ലെങ്കിൽ വൈകുന്നേരം പോയി, പള്ളിയിലേക്ക് പോവുകയോ തിരിച്ചു വരികയോ ചെയ്തു, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലാ കുല്ലമാ ഗദാ ഔ റാഹ, പോയതിനും തിരിച്ചു വന്നതിനൊക്കെ അല്ലാഹു ഓരോ തവണ അവന് വിരുന്ന് സ്വർഗ്ഗത്തിൽ ഒരുക്കി വെക്കും എന്ന് പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൂലി പള്ളി പോയാൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് പരമാവധി അതിനെ തന്നെ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തത് ഇത്ആമുത്ത്ആം മദീനയിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞ ഹദീസാണല്ലോ ഇത്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, സലാം വർദ്ധിപ്പിച്ചേക്കണം, സലാം വർദ്ധിപ്പിച്ചേക്കണം. ഖിയാമത്തിന്റെ വലിയൊരു അടയാളമാണ് തഖറഉ സലാം അലാ മൻ അറഫ്ത, അറിയുന്ന ആളുകളോട് മാത്രം സലാം പറയാം. ഇപ്പൊ എന്റെ പാർട്ടിക്കാരൻ, അവനോട് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇവൻ പാകിസ്ഥാനിയാണ്, ഇവൻ ബംഗ്ലാദേശിയാണ്, ഇവൻ വേറേതോ, ഞാൻ അറിയുന്നില്ല. മുസ്ലിമാണോ, സലാം പറഞ്ഞാൽ കൂലിയുണ്ട്. അഫ്ശുസ്സലാം, സലാമിനെ വർദ്ധിപ്പിച്ചേക്കണം. അത്ഇമുത്ത്ആം, ഭക്ഷണം കൊടുത്തേക്കണം. നമ്മളാകെ നാട്ടിലുണ്ടാകുന്ന ഒച്ചപ്പാട് ഇതിനെപ്പറ്റി, ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി. തിന്നാണ് നയിക്കോട്ടെ, പൊന്നു സാധുവായ സഹോദര, നല്ല മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കുക കൂലിയുള്ള കാര്യമല്ലേ.
സ്വന്തം ബന്ധുക്കൾ വിളിച്ചെന്ന് ഭക്ഷണം കൊടുത്തേക്കണം. ഭക്ഷണം കൊടുക്കുക. പാവപ്പെട്ടവർക്ക് കൊടുത്താലും സുഹൃത്തുക്കൾ കൊടുത്താലും കൂലിയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കല 60 മിസ്കീന്മാർക്ക് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടമെന്ന്. സ്വന്തം സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വിശേഷിച്ച്. അല്ലാത്തവർക്ക് കൊടുത്താൽ കൂലി കിട്ടും. പക്ഷേ സത്യവിശ്വാസികളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ നല്ല കൂലി കിട്ടും. അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണത്തിൽപ്പെട്ടതാ. ഭക്ഷണം കൊടുക്കുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തണം. സിലുൽ അർഹാം, കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഭാര്യയും കുട്ടികളും ഉമ്മയും വാപ്പി, ഇതല്ല കുടുംബ, ഇത് മാത്രമല്ല കുടുംബ ബന്ധം. രക്തബന്ധമുള്ള ആളുകൾ, കുടുംബവുമായി ബന്ധിക്കുന്ന ആളുകൾ, എങ്ങനെ അവരൊക്കെ കുടുംബ ബന്ധമാണ്. അപ്പോ ഒരു കല്യാണം കഴിച്ചു, ആ ഭാര്യയുടെ ആങ്ങളമാർ നിന്റെ ബന്ധുവാണ്. നിന്റെ അളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾ നിന്റെ അർഹാമിൽപ്പെട്ടതാ. നിന്റെ അമ്മായിയുടെ മക്കൾ നിന്റെ അർഹാമിൽപ്പെട്ടതാ. നിന്റെ മൂത്താപ്പയുടെ മക്കൾ, ജ്യേഷ്ഠന്റെ മക്കൾ, അനുജന്റെ മക്കൾ. സിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കണം. ഇതൊക്കെ മരിച്ചുപോയാൽ കഴിയോ? മിണ്ടാതെയോ പിണങ്ങിയിട്ടോ കഴിയുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിനെ വിചാരിച്ച്, ഈ സദസ്സിലുള്ളവർ നമ്മൾ പറയുന്ന കേൾക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് മിണ്ടിക്കോളി. കലിമ ചൊല്ലാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ മനസ്സുകൾ നമ്മിലേക്ക് മുതവജ്ജിഹങ്ങളായി കിട്ടണം. അവർക്ക് നമ്മളോടൊരു വെറുപ്പ് തോന്നരുത്. അള്ളാഹു ചാല വലിയ തൗഫീഖുകൾ തടഞ്ഞു വെക്കുന്ന. അതുകൊണ്ട് മിണ്ടാത്തവരൊക്കെ മിണ്ടണം. പിണങ്ങി കഴിയുന്ന ആളുകൾ നന്നാവണം. എന്തിനെ പിണങ്ങി? എപ്പോഴാണ് നമ്മൾ മരിക്കുക ആർക്കറിയും? ആകെ കുറച്ച് ജീവിതം. നമ്മളൊക്കെ നടത്തം കണ്ട വിചാരിച്ചു 500 കൊല്ലത്തേക്ക് ഇവിടെ ടിക്കറ്റ് എടുത്ത് റെഡിയാക്കി നടക്കുകയാണ്. എപ്പോഴാണ് പോവാന്നറിയോ? അതിൻ്റെ ഇടക്കാണ് ഈ പടക്കുന്നത്, അതിൻ്റെ ഇടക്കാണ് ഈ തർക്കം, അതിൻ്റെ ഇടക്കാണ് ഈ വക്കാണവും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ വലിച്ചുകൊണ്ടുവരുന്നത്. അള്ളാഹുവിനെ വിചാരിച്ച് മാപ്പ് ചെയ്ത് കൊടുക്കുക. അള്ളാഹുവിനെ വിചാരിച്ച് നന്നാവ്. നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ മിണ്ടാതെ 3 ദിവസം മുസ്ലിമായ മനുഷ്യൻ മിണ്ടാതെ നടക്കാൻ പാടില്ല. 3 ദിവസം 3 ദിവസത്തോളം മിണ്ടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയാ, നടന്നു പോകുമ്പോൾ മുഖം കണ്ടാൽ ഇവൻ മുഖം തിരിക്കും, അല്ലെങ്കിൽ ഇവൾ മുഖം തിരിച്ചു അവൾ മുഖം തിരിച്ചു, ഇവൻ മുഖം തിരിച്ചു അവൻ മുഖം തിരിച്ചു. ഇങ്ങനെ 3 ദിവസം വരെ നിങ്ങളുടെ സെന്റിമെന്റാന്ന് അള്ളാഹ്ക്ക് മനസ്സിലാക്കാം. 3 ദിവസം കഴിഞ്ഞാൽ മിണ്ടിയേ പറ്റൂ. അറബികൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട്. എന്ത് അടിപിടി കഴിഞ്ഞാലും അസ്സലാമു അലൈക്കും പറഞ്ഞ് ശരിയാവും. നമ്മളാണത് കൽബിൽ ഇങ്ങനെ കൊണ്ടടക്കുക. അന്നവൻ പറഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ മറന്നേക്ക്. ഇത് നമ്മളെ കൊണ്ട് കഴിയണില്ല. മറന്നേക്ക്. അള്ളാഹുവിനെ വിചാരിച്ച് മറന്നു കൊടുക്ക്. നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ ആരാണോ സലാം ആദ്യം പറയുന്നത് അയാൾ 3 പ്രാവശ്യം പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്കാണ് എല്ലാ ഗുണവും, അയാൾക്കാണ് എല്ലാ നന്മയും പൊലിമയും അയാൾക്കാണെന്ന്. അപ്പൊ ഈ കൂലി കിട്ടാനെങ്കിലും നമ്മൾ അങ്ങോട്ട് തുടങ്ങാം. ഒരു ഫോം വിളിച്ചാൽ പോരെ, ഒരു മെസ്സേജ് ഇട്ടേ മതി. ഓനോട് മിണ്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ മറ്റോന്റെ പരാതി. നുണ പറയൽ ജായിസായ ഒരു ഭാഗം ഇതാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും നുണ പറയാൻ പാടില്ല. പക്ഷെ ജായിസായ ഭാഗം എന്താ? പിണങ്ങിക്കഴിയുന്ന 2 ആളുകൾക്കിടയിൽ നന്നാക്കാൻ വേണ്ടി നുണ പറയാന്ന, കുഴപ്പമുണ്ടാക്കാൻ, നന്നാക്കാൻ വേണ്ടി. എങ്ങനെ? 2 ആളും പരസ്പരം ജീവിതത്തിൽ മിണ്ടൂരാന്ന് പറഞ്ഞ ആൾക്കാരാ. ഇവന്റെ അടുത്ത് പോയിട്ട് ഇവൻ പറഞ്ഞു കൊടുക്കുക, അല്ലേ മറ്റേ ആൾക്ക് നിങ്ങളോട് മിണ്ടണം എന്നുണ്ട്, പക്ഷെ എങ്ങനെയാ മിണ്ടുക കാലം. ഇവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക, മൂപ്പർക്ക് നന്നാവണം എന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാ ഇപ്പൊ തുടങ്ങുക? കുറെ കാലമായില്ലേ. എന്നാ നമുക്ക് 2 കൂട്ടർക്ക് ഒരു റെസ്റ്റോറന്റ് വെച്ച് മീറ്റ് ചെയ്യാം. നമുക്ക് ലഞ്ച് അവിടെ നിന്ന് ആയിക്കോട്ടെ, ഡിന്നർ അവിടെ നിന്ന് ആയിക്കോട്ടെ. 2 പേരും കൂടി ചേർന്നപ്പോ എന്തോ ഒരു റാഹത്ത്. യാ അല്ലാഹ്, ഇവൻ നുണയാ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടൊരു ഇസ്ലാഹ് നന്നാക്കാൻ പറ്റുമെങ്കിൽ നുണ വരെ പറയാന്ന ഈ ശറഅ് പറയുന്നത്. നോക്കണം, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹാരിത എവിടെയാ? മനസ്സുകളെ ഒരുമിപ്പിക്കാൻ അള്ളാഹു ഇത്തരം വിഷയത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തണേ. കുടുംബങ്ങളോട് തെറ്റിക്കഴിയല്ല. എന്ത് കാരണമായിക്കോട്ടെ. 10 റുപ്യന്റെ 1/2 സെന്റിന്റെ വിഷയത്തിലായിരിക്കും തെറ്റിക്കഴിയുന്നത്, അല്ലേ? എന്തെങ്കിലും ചെറിയ നിസ്സാര വിഷയങ്ങൾ. എന്താ മുഅ്മിനീങ്ങളെ, ഇതൊന്നും മുഅ്മിനീങ്ങൾക്ക് പാടില്ലാത്ത. സിലുൽ അർഹാം, ഇങ്ങോട്ട് മിണ്ടാതിരിക്കുക. ഒരാളോട് ഒരാൾ മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മനുഷ്യൻ മാപ്പ് കൊടുക്കണമെന്നാ. എനിക്ക് മാപ്പാക്കണം കേട്ടോ, തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത മനുഷ്യനാണോ ഓന് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇല്ല, ഞാൻ എന്നാലും പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഇവന്റെ ഖൽബിൽ അഹങ്കാരമുണ്ടെന്ന. അഹങ്കാരം അല്പുണ്ടോ അള്ളാഹു സ്വർഗത്തിലേക്ക് അടുപ്പിക്കൂല. പിന്നെ എന്തിനാണ് ആ ഖൽബ്? എന്തിനാണ് ആ ശരീരം? അതുകൊണ്ട് സലാം പറഞ്ഞാൽ മടക്കണം. സലാം പറഞ്ഞു, നമ്മൾ മിണ്ടാൻ ചെന്നു, ആള് തിരിച്ചു മിണ്ടണില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത ചെലവഴിച്ചു, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിനി കുഴപ്പമില്ല. ഇനി കുഴപ്പം മറ്റേ ആൾക്കാണ്.
പക്ഷെ എന്നാലും ഇടക്കിടക്ക് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് നന്നാവാൻ വേണ്ടി ചെല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിക്കുമാറാകട്ടെ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ് സലാം, സലാം വർദ്ധിപ്പിച്ചേക്കണം, സലാം വർദ്ധിപ്പിച്ചേക്കണം. മുസ്ലിമായ ഏത് നാഷണാലിറ്റി ആയിക്കോട്ടെ, മുസ്ലിമാണെന്ന് തോന്നുന്നുണ്ടോ, ഒരസ്സലാമു അലൈക്കും പറഞ്ഞേക്കണം. ഇപ്പൊ അങ്ങനെ നാട്ടുകാർക്ക് മാത്രമേ പറയുള്ളൂ അല്ലേ, ഇന്ന ചില വേഷക്കാർ ആ വേഷട്ടൂർക്ക് മാത്രമേ പറയുള്ളൂ, ഇന്ന സംഘടനാ മെമ്പർഷിപ്പ് ഓർക്ക് മാത്രമേ പറഞ്ഞേക്കുള്ളൂ, ഇന്ന കമ്പനിക്കാർ ഒരു മാത്രം കണ്ട സലാം, ബാക്കി അപ്പുറത്തുള്ളവനൊക്കെ മുസ്ലിമാണ്, ഓന് എന്ത് കള്ളുകൂടിയനായിക്കോട്ടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരു പക്ഷേ ആ മനുഷ്യന് ഹിദായത്തിന്റെ കാരണം കിട്ടിയെങ്കിലും അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നല്ലേ. അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവണമെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട പോലെ ജീവിക്കണ്ടേ. ഇങ്ങനെ സലാമിനെ നിങ്ങൾ വർദ്ധിപ്പിച്ചേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഇമു ത്വആം, ഭക്ഷണം കൊടുക്കണം. ആർക്കെന്ന് പറഞ്ഞില്ല, ആർക്കായാലും. ഇപ്പൊ റമദാന വരുന്നത് ഇഷ്ടം പോലെ. ഇപ്പൊ മഹാനായ ഷെയ്ഖ് സായിദ് മർഹൂം ഇർഹമഹുല്ലാഹ് തഗമ്മദഹുല്ലാഹു ബിറഹ്മതി, അവരുടെയൊക്കെ പേരിൽ എത്രയോ ടെന്റുകളാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഇത് ഈ ഹദീസിന്റെ പൊരുളാണ്. അത്ഇമു ത്വആം, ആരാവിടെ വന്ന് തിന്നുന്നത്, മുസ്ലിമും അമുസ്ലിമും തിന്നു പോകുന്നുണ്ടാവും, കുഴപ്പമില്ല. അത്ഇമു ത്വആം, ഭക്ഷണം കൊടുക്കിൻ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കിൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കിൻ. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തണേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു വിഷയം കൂടെ പറഞ്ഞു, വസല്ലു വസല്ലു വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങണ നേരത്ത് 2 റക്അത്തെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കണം. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഉറക്കിങ്ങനെ മുറുകുന്ന സമയമുണ്ട്, ആ ഒരു സുബ്ഹിയോടടുത്ത് വരുന്ന നേരത്ത് ഒരു 2 റക്അത്തെങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം, അതിനൊരു ഭയങ്കര പുണ്യമാണ്. രാത്രി തീരെ ഉറങ്ങാതെ അങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ റെഡ് ബുള്ള കുടിച്ചിട്ട് ഉറക്കം തന്നെ വരുന്നില്ല ഉസ്താദെ, എനിക്കിപ്പോ തഹജ്ജുദിന്റെ കൂലി കിട്ടുമോ? തഹജ്ജുദിന്റെ കൂലി കിട്ടണമെങ്കിൽ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണം എന്നാ, രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണം, അപ്പോഴേ തഹജ്ജുദ് കിട്ടുള്ളൂ. കാരണം അതിന്റെ കൂലി ആ ഉറക്കത്തിന് എഴുന്നേൽക്കൊരു പ്രയാസമാണ്. ആ പ്രയാസം അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചില്ലേ, അതിനാണ് ആ കൂലി. ഉറങ്ങാതങ്ങ് നടക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു പ്രയാസമൊന്നുമില്ല, നിസ്കാരത്തിന് കൂലി കിട്ടും. പക്ഷെ തഹജ്ജുദിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണം. അതൊരു വലിയ പ്രയാസമാണ് അല്ലേ. എത്ര വട്ടം അലാറം മുട്ടിയാലും അലാറം അടിച്ചു പൊളിക്കാന്നല്ലാണ്ട് എഴുന്നേൽക്കണില്ലല്ലോ. പടച്ചോനെ, അള്ളാഹുവിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കുകയാണ്. യാ അല്ലാഹ്, ഉറക്കൊക്കെ ഇനിയിപ്പോ ഞാൻ രണ്ടാഴ്ച ഉറങ്ങിയാൽ എന്റെ ഉറക്ക് തീർന്നോളുന്നില്ല, ഞാൻ എണീക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് ഒരൊറ്റ എഴുന്നേറ്റ് അങ്ങോട്ട് ഉടനെ എന്ത് ഉറക്കഭ്രാന്താണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ആ ഉറക്കത്തിന് എഴുന്നേറ്റു. ഇതാ വാങ്ങൊടുക്കാൻ 20 മിനിറ്റ് ഉള്ളൂ, വേഗം ഒന്നെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഒന്നിരുന്നു. ആ ഒതുവിന്റെ റാഹത്തിലെ ഉറക്കണ് പോയി സുബഹി നിസ്കരിച്ചു, ജമാഅത്തായി സുബഹിയും കഴിഞ്ഞു. പിന്നെ നിനക്ക് ക്ഷീണുണ്ട്, പ്രയാസമുണ്ട്, ഉറങ്ങാതിരിക്കാൻ വയ്യ, നീ പോയി ഉറങ്ങിക്കോ, നിന്റെ ഉറക്കം നീ കണ്ടിന്യൂ ചെയ്തോ നിനക്ക് വേണമെങ്കിൽ. പക്ഷെ ഉറങ്ങാതിരിക്കലാണ് ഏറ്റവും ഹൈറ്. പക്ഷെ ഒരാൾക്ക് രാത്രി ഡ്യൂട്ടി ലേറ്റ് ആയിട്ട് ഉറങ്ങിയ ആളാണ്, നീ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തിൽ ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നീ ആ സുബഹിന്റെ മുമ്പൊന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും ജനങ്ങളൊക്കെ ഉറങ്ങല്ലേ, അപ്പൊ നീ എന്ന് എഴുന്നേൽക്ക്, അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്ക്. ഇത് നിങ്ങൾ മറന്നു പോകല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. അപ്പൊ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. ഒന്ന് സലാം വർദ്ധിപ്പിക്കുക, മറ്റൊന്നെന്താണ്? ഭക്ഷണം കൊടുക്കുക. 3-ാമത്തേത് കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. 4 രാത്രി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു നമ്മളൊക്കെ സഹായിക്കുമാറാകട്ടെ. ഇനിയുള്ള സ്വർഗം കിട്ടാൻ ഇനിയും ഒരുപാട്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്, വരിൻ. ഓരോരുത്തർക്കും കഴിപ്പില്ല. ഈ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഉസ്താദ് ഞാൻ സുബഹി ഖളാ ആക്കാൻ നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ, തഹജ്ജുദും പറ്റുന്നില്ല, എനിക്ക് ആ സുന്നത്ത് നിസ്കാരം എടുക്കാൻ പറ്റുന്നില്ല, ജോലിയുടെ രീതി അതാണ്, എനിക്ക് കിട്ടുന്ന ഇന്റർവെൽ അത്രയേ ഉള്ളൂ, ഞാൻ ഫർള് നിസ്കരിച്ചേ വരുന്നുള്ളൂ. ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ബിഖദ്രി ഇസ്തിതാഅതി, ഓരോരുത്തരുടെയും കഴിവിന്റെ പരമാവധി അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇങ്ങനെ എളുപ്പമാക്കി തരിക. ഇങ്ങനെ ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഒന്ന് ഇരുന്നിട്ട് ചെയ്യാനൊന്നും പറ്റാത്ത സംഗതിയാണ്. എന്നാലും സ്വർഗം കിട്ടാൻ കാരണങ്ങളുണ്ട്. ഒന്ന് അസ്ദിഖു, സത്യസന്ധത ഉണ്ടായിരിക്കുക, കളവ് പറയാതിരിക്കുക, സ്വർഗം കിട്ടുന്ന. വൽ വഫാ, പറഞ്ഞാൽ വാക്ക് പാലിക്കുക. വൽ അമാന, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക. ഹിഫ്ളുൽ ഫർജി, ഒരു മനുഷ്യന്റെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, ആണായാലും പെണ്ണായാലും. ഗള്ളുൽ ബസ്വരി, കണ്ണ് ചിമ്മ, ഹറാമ് കാണാണ്, കണ്ണിനെ ഉടനെ ചിമ്മുക. വകഫുൽ യദി, ഒരാൾ തന്റെ കൈ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം വരരുത്, അങ്ങനെ നിർത്തുക.
ഇതൊരു ഹദീസിന്റെ പൊരുളാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്മനു ലീ സിത്തൻ അദ്മനു ലകുമുൽ ജന്നഹ്. 6 വിഷയങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം പിടിച്ചു തരാം, സ്വർഗ്ഗം ഞാൻ വാങ്ങിച്ചു തരാം. 6 കാര്യം നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കണം. 6 എണ്ണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം തരാം. എന്ത്? ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും. സംസാരിക്കുകയാണെങ്കിൽ സത്യമേ പറയാവൂ. സത്യം പറഞ്ഞാൽ മതി. എന്തായാലും ആണുങ്ങളും പെണ്ണുങ്ങളും സത്യം പറയാ. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും. നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ, നുണ കലർത്തരുത്. ഇത് തുടക്കത്തിലെ ഇച്ചിരി കലർത്തി തുടങ്ങിയ ആൾക്കാർക്ക് വലിയ പ്രയാസമാണ്. ആദ്യമേ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്തത് നമ്മളാണ് ചെയ്തതെന്നൊക്കെ വരുത്താനൊക്കെ തോന്നും. ഇബ്ലീസ് അങ്ങനെയൊക്കെ വരും. അതിപ്പോൾ ആരെ ചെയ്തത്? നിങ്ങളാ ചെയ്തതെന്ന്. ഇവിടെ നമ്മളൊന്നും ചെയ്താൽ വേറെ ആരോ ചെയ്തതായിരിക്കും. ഞാൻ തന്നെ. അവിടെ പോയി അത് പറയേണ്ടത് ഞാനല്ല. ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب. നമ്മൾ ചെയ്യാത്ത നമ്മൾ ചെയ്തു പറയണ്ട അല്ലേ? സത്യം പറയാ. ഇത്രയാണ് ഉള്ളത്, ഇത്ര. കച്ചവടക്കാരൊക്കെ പ്രത്യേകിച്ച് ഇത്രയാണ് ഇതിന്റെ മുതൽ, ഇത്രയാണ് എനിക്ക് ലാഭം എന്ന് പറയുന്നുണ്ടോ സത്യം മാത്രം പറഞ്ഞു. ഇല്ലെങ്കിൽ അതൊന്നും പറയണ്ട. ഇത്രയായിട്ട് വരാന്ന് പറഞ്ഞേക്ക്. എനിക്ക് ലാഭം 10ന്റെ സാധനം 15 വിൽക്കുന്നുണ്ട്, ഇതിന് 15 ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, മതി. വേറെ കണക്കുണ്ടല്ലോ, ഇതിന് ആകെ 8 രൂപയാണ് ഇതിന്റെ മുതൽ, അതിൽ എനിക്ക് ആകെ 1 രൂപ കിട്ടുന്നുള്ളൂ, പിന്നെ വാടക അടക്കം എന്നാൽ നിങ്ങൾക്കും വേണ്ടി. അതൊന്നും സത്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇല്ലാത്ത കണക്ക് പറയരുത്. അതൊക്കെ നുണയാണ്. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും. സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ. ഇതൊരു ഭയങ്കര, അതിനെപ്പറ്റി മാത്രം തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. പറഞ്ഞ സത്യം. ഒരാൾ പറയുമ്പോൾ, ഒരാളെന്ന് പറയുന്ന അയാളുടെ വാക്കാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളാകുന്ന നമ്മുടെ വാക്കാണ്. നമ്മുടെ വാക്കിന് വിലല്ല. നമ്മളെ നുണ പറയുന്ന ആളാ നമുക്ക് പുല്ല് വിലയാണ്. നമ്മുടെ വാക്കിന് വിലല്ലേ ആ മനുഷ്യന് വിലല്ല. അതാണ് ഉസ്ദുഖു, നിങ്ങൾ സത്യമേ പറയാവൂ. ഇദാ ഹദ്ദസ്തും. എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടോ ഉള്ളത് പറഞ്ഞാൽ മതി, ഇല്ലാത്തത് പറയരുത്. ഉണ്ടാക്കി കൂട്ടരുത്. തമാശ വരുത്താനോ അതിന് കുറച്ച് ജോക്ക് കൂട്ടാനോ അതൊന്നും നിങ്ങൾ നുണ പറഞ്ഞ് ആഡ് ചെയ്യരുത്. ഉള്ളത് അതിൽ ജോക്ക് ഉണ്ടെങ്കിൽ ആസ്വദിച്ചോ, പക്ഷെ നുണ പറഞ്ഞുണ്ടാക്കരുത്. സുബ്ഹാനല്ലാഹ്. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും. സംസാരിക്കുമ്പോൾ സത്യം പറയുക. വഔഫു ഇദാ വഅദ്തും. നിങ്ങൾ പ്രോമിസ് ചെയ്താൽ, നിങ്ങൾ വഅദ ചെയ്താൽ, നിങ്ങൾ ചെയ്യും, ഞാൻ വരും, നാളെ കാണാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവനുണ്ടോ അത് നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അതിന്റെ കാരണം ബോധിപ്പിക്കണം. ഇന്ന സ്ഥലത്ത് നമ്മൾ കൂടാന്ന് പറഞ്ഞു, വരാന്നും പറഞ്ഞു, എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആള് വേറെ എവിടെയോ ആണ്. നേരത്തെ കാലത്തെ വിളിച്ചറിയിക്കുക, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, വരാൻ പറ്റില്ല കേട്ടോ. തക്കതായ കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നുണ പറയരുത്. ഈ എക്സ്ക്യൂസുകളാണ്, കാര്യമായ നുണ പറയല് എക്സ്ക്യൂസുകളാ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഒരു ലോകത്താണ് അവിടെ ഉള്ളത്. ലീവ് കിട്ടണമെങ്കിൽ, ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു സാലറി ഡിഡക്ഷൻ വരാതിരിക്കാൻ ഒക്കെ വെറുതെ നുണ. എന്നും മെഡിക്കൽ ലീവാ, എന്നും മെഡിക്കൽ ലീവ്. ആവശ്യമുള്ള ലീവുകൾ ഉണ്ടായിരിക്കും, പക്ഷേ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനോ ഒക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടു നടക്കുക. നുണയാണെങ്കിൽ ആ കിട്ടുന്ന ആ ഒരു 100 200 കിട്ടിയെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ എന്താവാനാ? അത് വേറെ ഏതെങ്കിലും വഴിക്ക് അള്ളാഹു കൊണ്ട് നമ്മളെ കൊണ്ട് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറയും. ആ സത്യം എനിക്കിത് വേണ്ട, എനിക്ക് നഷ്ടമായിക്കോട്ടെ, ഈ സാലറി ഇപ്പോൾ അരമാസ ശമ്പളം ഉണ്ടാവുള്ളൂ, ആയിക്കോട്ടെ, എനിക്കത് മതി. ഇങ്ങനെ അങ്ങ് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കൊന്ന് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. കുറച്ച് പ്രയാസമാണ് ഇതൊക്കെ, കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. കൂടുതൽ ആൾക്കാരൊക്കെ ഇതാ എന്തെല്ലാം നുണ പറയുന്നല്ലോ. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും വഔഫു ഇദാ വഅദ്തും വഅദ്ദു ഇദാ തുമിൻതും. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യരുത് കേട്ടോ. യാ അല്ലാഹ്. വഅദ്ദു ഇദാ തുമിൻതും. ഇപ്പോൾ ഷോപ്പുകളുടെയൊക്കെ മുതലാളിമാർ അങ്ങനെയാ ചെയ്യുക. മുതലാളിമാർക്ക് 24 hour ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കഫീൽ, അല്ലെങ്കിൽ ഇതിന്റെ ഷോപ്പിന്റെ ഓണർ, കമ്പനിയുടെ ഓണർ, അയാൾ ഒരു പക്ഷേ ഫുൾ ടൈം നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തുകൊള്ളുന്നില്ല. പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കാൻ നിങ്ങളത് കാര്യമായിട്ട് ചെയ്യും. നിങ്ങളൊരു മാനേജറാണ്, നിങ്ങളൊരു സൂപ്പർവൈസറാണ്, നിങ്ങളൊരു അക്കൗണ്ടന്റാണ്, അവിടുത്തെ ഒരു ജോലിക്കാരനാണ്, അവിടുത്തെ ഒരു എംപ്ലോയിയാണ്. നിങ്ങളിൽ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയല്ലേ നിങ്ങൾ ജോലിക്ക് നിർത്തുന്നത്? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വിശ്വസിച്ചേ നിങ്ങൾ പെരുമാറൂ എന്ന വിശ്വസ്തതയാണ് നിങ്ങളവിടെ ജോലിക്കാർക്കപ്പെട്ടത്. അതുകൊണ്ട് വഞ്ചന ചെയ്യരുത്. മുതലാളി കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കല്ല, അള്ളാഹു കാണുന്നുണ്ട്. മുതലാളിക്ക് ഇത് പിടുത്തം കിട്ടില്ലല്ലോ, അള്ളാഹ്ക്ക് ഇതൊക്കെ പിടുത്തം കിട്ടും. മുതലാളിക്കിന്റെ കണക്കറിയില്ലല്ലോ, അള്ളാഹുവിന്റെ കണക്കറിയും. ഇത് നമ്മൾ മനസ്സിലേക്ക് വരണം. അദ്ദു ഇത് ചുമിൻചും.
നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടോ അതിൽ വിശ്വാസവഞ്ചന ചെയ്യരുത്. വഹ്ഫളൂ ഫുറൂജകും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണേ. അഷ്റഫുൽ ഖൽഖിന് അറിയാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യന്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രയാസം, ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ മുമ്പിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് വ്യഭിചാരത്തിലേക്ക് പോകുന്നതാണ്. ആണിനും പെണ്ണിനും ഇഹ്ഫദൂ ഫുറൂജകും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണം, ഹറാമിലേക്ക് പോകരുത്. അതിനൊരു കാരണം കൂടെ പറഞ്ഞു, വഗള്ളൂ അബ്സാറകും, കണ്ണുകൾ ചിമ്മണം, കണ്ണ് ചിമ്മണം. ഇതൊക്കെ നമ്മൾ സൂറത്തു നൂറിലേക്ക് ഒരുപാട് വിഷയം നമ്മൾ മനസ്സിലാക്കിയതാണ്. കണ്ണ് ചിമ്മണം. നമുക്ക് കാണാൻ പറ്റുന്ന, കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്ന ഒരു ലോകമൊന്നും ഇവിടെ വരാൻ പോണില്ല. ഇങ്ങനെയൊക്കെ ലോകം ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഇടയിൽ കണ്ണ് ചിമ്മിയിട്ട് നടക്കണം. അതിനല്ലേ കണ്ണ് ചിമ്മാനൊരു അവസരം ഉണ്ടാവുമ്പോഴല്ലേ കണ്ണ് ചിമ്മിന്റെ കൂലി കിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും മലക്കളെ പോലെ ജീവിക്കുന്ന ലോകാന്ന് വിചാരിക്കുക. ഒരു കണ്ണിന്റെ കൂലി കിട്ടുമോ? കണ്ണ് ചിമ്മെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാതെ പോകുന്ന പെണ്ണവിടെ ഉണ്ടാവും, മോശമായി നടക്കുന്ന മനുഷ്യന്മാരവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കുന്നു റബ്ബേ, എനിക്ക് കാണാൻ പാടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ തറക ലില്ലാഹി ശൈഅൻ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ, അല്ലാഹുവിനെ വിചാരിച്ചൊരു മനുഷ്യൻ വല്ലതും ഉപേക്ഷിച്ചാൽ, അല്ലാഹുവിനെ വിചാരിച്ച് ഉപേക്ഷിച്ചതാണ്. തന്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ വായി നോക്കി നിൽക്കുന്നുണ്ട്. അവളെ നോക്കിയിട്ട്, ഒരു പെണ്ണിനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റൊന്ന് ചിത്രം നോക്കിയിട്ട്, യാ അല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുകയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ഞാൻ നോക്കണില്ല പടച്ചോനെ, എനിക്ക് നോക്കാൻ പാടില്ലല്ലോ, അവൾ എന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യയല്ലല്ലോ, എനിക്ക് അവൾ അന്യയാണല്ലോ, പടച്ചോനെ എനിക്ക് നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരാൾ കണ്ണിന് ചിമ്മിയാൽ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ, അവന്റെ കണ്ണിന് ആസ്വാദനം തരുന്ന മറ്റൊന്ന് പകരം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസിലുണ്ട്, കണ്ണിനെ ചിമ്മിയാൽ റസഖഹുല്ലാഹു ലദ്ദത്തൽ ഇബാദ, റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, അല്ലാഹു തആല നിസ്കാരത്തിലേക്ക് ഒരു മധുരം കൊടുക്കുന്ന, നിസ്കാരത്തിനൊരു രസം കിട്ടും, ഇബാദത്തിനൊരു മധുരം കിട്ടും. നോമ്പിന് എന്തോ ഒരു രസം, നിസ്കാരത്തിന് എന്തൊരു മധുരം. അങ്ങനെ കിട്ടണമെങ്കിൽ കണ്ണു ചിമ്മണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഏറ്റവും സാധ്യമായൊരു ലോകത്താണ് നമ്മളുള്ളത്. റോട്ടിലിറങ്ങിയാൽ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, റോഡരികിൽ നടക്കുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട്, ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോവുകയാണ്, രാത്രി നേരാണ്, പല ശൈത്താന്മാർ റോട്ടിലിറങ്ങുന്ന നേരമാണ്, പടച്ചോനെ ഞാൻ എൻ്റെ കണ്ണിനെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ കണ്ണ് ചിമ്മി നടന്ന് നിങ്ങൾ നോക്കി, നിങ്ങളങ്ങനെ കണ്ണ് ചിമ്മി നടന്ന നാളത്തെ സുബഹി നിസ്കാരത്തിൽ നിങ്ങൾക്കൊരു ആനന്ദം അല്ലാഹു തരും. ഇന്നലെ നിസ്കരിച്ച പോലെ ആവില്ല. എന്തൊരു അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ, അല്ലാഹു അതിന് പകരം അല്ലാഹുവിലേക്ക് അടുക്കുന്ന നേരത്ത് മനസ്സിനൊരു മധുരം അല്ലാഹു തരും. ഇബാദത്തൻ യജിദു ഹലാവതഹാ. ആര് പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറക ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ അല്ലാഹു പകരം കൊടുക്കും. നമ്മൾ അങ്ങനെ പല വിഷയങ്ങളും ഇവിടെ ചർച്ച വന്നിട്ടുണ്ട്. ഏത് ചില ജോലികൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ജോലിയാണ്, പക്ഷെ നല്ല ഓഫറാണ്. എന്ത് ചെയ്യും? അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുക, നീ ഹലാലിലേക്ക് ചെല്ല്. പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്, എനിക്കിത് വേണ്ട റബ്ബെ, ഹലാലായ ജോലി നീ താ. പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് വേണ്ട, അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ, എനിക്കിത് വേണ്ട. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ, അള്ളാഹുക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ്, അള്ളാഹു അതിന് പകരം ഖൈറായത് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾക്ക് ഇവിടെ അനുഭവമുണ്ട്, എത്രയോ ആളുകൾ അത്തരം വിഷയങ്ങൾ നേരിട്ട് പറഞ്ഞ അനുഭവങ്ങൾ എനിക്കുണ്ട്. അള്ളാഹു പകരം തന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരുന്നു, അങ്ങനെയൊക്കെ ജോലി കിട്ടിയപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് പോന്നു, പിന്നെ അറിഞ്ഞത് റബ്ബേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയാണല്ലോ, ഹറാമിന്റെ ബിസിനസ്സുകളാണ്, അപ്പോൾ ഞാൻ മാറി, അള്ളാഹു മാറ്റം തന്നു എന്നൊക്കെ അള്ളാഹു തരും. അതൊരു ഹദീസാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന്, സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ. നമ്മൾ തീരുമാനിച്ചല്ലോ ഇൻഷാ അല്ലാഹ്, സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ. നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്ന്. ചെറിയ കുട്ടികളെ നമ്മൾ വടക്കാക്കുന്ന ഏറ്റവും വലിയ രംഗം, അത് കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ ഒഴിവാക്കും. എന്നാണ് പറയുന്നത്, കുട്ടിയല്ലേ, അങ്ങനെയല്ല, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, മോനെ ഇങ്ങനെ പറയരുത്, ഇത് കളവാണ്, അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവില്ല, അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ സത്യം പറയണം, ഇങ്ങനെ മോൻ സത്യം പറയണം. കുട്ടികളെ ചെറുപ്പത്തിലേ കൊണ്ടുവരേണ്ട വിഷയമാണ് സത്യം പറയൽ. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും. 2, വൗഫു ഇദാ വഅദ്തും. പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പൂർത്തിയാക്കി വിട്ടേക്കണം. അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യണ്ട, നമ്മൾ പ്രോമിസ് ചെയ്തു, കരാറ് ചെയ്തു, നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യും എങ്കിൽ ഹലാലായ വിഷയങ്ങൾക്ക് നമ്മൾ കരാറ് ചെയ്യാൻ, അങ്ങനെ പ്രോമിസ് ചെയ്യാനും പാടുള്ളൂ. ഹറാം കള്ളുപിടിക്കാൻ വേണ്ടി പ്രോമിസ് അല്ലാഹ് അങ്ങനെ ചെയ്യരുത്. അല്ല, ഹലാലായ വിഷയം തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യണം? ആ വിഷയം ചെയ്തു വിട്ടണം. 3, നമ്മെ
ഈ നമ്മെ എൻട്രസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം, നമ്മെ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ വിശ്വാസവഞ്ചന ചെയ്യരുത്. നമ്മുടെ ജോലിയിലൊക്കെ എപ്പോഴും വളരെ കരുതലോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ചെയ്യുന്ന ജോലി ഇത് എന്നെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ആൾ ക്യാമറ ഉണ്ടോ ഇല്ലേ, ആൾ വന്നിട്ടുണ്ടോ ഇല്ലേ, ഒബ്സർവേഷൻ ഉണ്ടോ ഇല്ലേ, സൂപ്പർവിഷൻ ഉണ്ടോ ഇല്ലേ, അതൊന്നും പ്രശ്നമല്ല. മുസ്ലിമാണോ ഇവൻ, ഇങ്ങനൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ എന്തൊരു രസമായിരിക്കും. മുസ്ലിമീങ്ങളെ ജോലിക്ക് വെച്ചാൽ അവർ വഞ്ചിക്കൂല. മുസ്ലിമാണോ അക്കൗണ്ടന്റ്, അവൻ കള്ളക്കണക്ക് ഉണ്ടാക്കൂല. മുസ്ലിമാണോ തന്റെ എംപ്ലോയി, മാഷാ അല്ലാ, അവരെ കൊണ്ട് റഹ്മത്തെ ബറക്കത്തെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു കൾച്ചർ അൽഹംദുലില്ലാഹ് നമ്മുടെ ഒരുപാട് ആളുകളുടെ സൽപ്രവൃത്തി കൊണ്ട് അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ മലയാളികളായ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. പക്ഷെ അത് ആരെയും ബോധിപ്പിക്കാനാവരുത്. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാർക്ക് നമ്മുടെ ഖൽബ് കാണാൻ പറ്റില്ല, അള്ളാഹുവിനെ ഖൽബ് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ വാച്ച് ചെയ്യുന്ന സമയം വരെ സത്യസന്ധന, ഒരാൾ എങ്ങോട്ടും മുങ്ങുമ്പോഴേക്കും നമ്മൾ കെട്ടെടുത്ത് ഓടുന്ന ആളുകളാണ്. ആ ചെയ്തതൊന്നും അള്ളാഹുവിന് വേണ്ടിയല്ല എന്നതിനർത്ഥം. വിശ്വാസവഞ്ചന ഒരിക്കലും വരരുത്. അത് എല്ലാ വിഷയത്തിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫർജിനെ സൂക്ഷിക്കുക, വ്യഭിചാരത്തിലേക്ക് പോകരുത്. വ്യഭിചാരത്തിന്റെ സാധ്യതകൾ ഒരുപാട് വരും. വിശേഷിച്ച് മുസ്ലിം രാജ്യങ്ങളിലല്ല, വിദേശത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റൊക്കെ ഹയർ സ്റ്റഡീസിനും മറ്റൊക്കെ പോകുന്ന മക്കൾ, നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ ഇപ്പോൾ വളരെ എന്താണ് നമ്മുടെ ക്യാമ്പസുകളൊക്കെ അവസ്ഥ. അത് ഒന്ന് ബാംഗ്ലൂരിലോ മാംഗ്ലൂരിലോ, ഒന്നപ്പുറത്ത് ഡൽഹിയിലോ ബോംബെയിലോ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്ന, ഹൈദരാബാദിലൊക്കെ പഠിക്കുന്ന മക്കളുടെ അവസ്ഥ എന്താണ്? അപ്പോ ഇഹ്ഫളൂ ഫുറൂജക്കും, അല്ലാഹു തആല കഴിവ് തന്ന് നിക്കാഹിലൂടെ ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ തന്റെ ശരീരം കൊണ്ട് വ്യഭിചാരം എന്ന് പറഞ്ഞ സംഗതി ചെയ്യില്ല എന്ന് ചെറുപ്പക്കാർ അള്ളാഹുവിന് വേണ്ടി ശപഥം ചെയ്യണം. കല്യാണം കഴിഞ്ഞ ആളുകൾ അവർക്ക് ഹലാലായ ഒരു ഭാര്യ അള്ളാഹു തന്നിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ഭാര്യ അള്ളാഹുവിനെ സൂക്ഷിക്കും. നമ്മൾ സൂക്ഷിച്ചില്ലേ അപമാനകരമായ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു വരുത്തി വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. ഹലാലിലേക്ക് സമീപിക്കാവൂ, ഹറാമിലേക്ക് പോകരുത്. ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കുള്ളതാണ്. സ്വർഗം ഞാൻ കരാറ് തരുന്നു, വാക്ക് തരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നു അബ്സാറക്കും, കണ്ണ് ചിമ്മണം. കണ്ണ് ചിമ്മേണ്ട ഘട്ടങ്ങൾ വരും ജീവിതത്തിൽ. കണ്ണ് പെട്ടെന്ന് തട്ടിപ്പോയി. ലക്കൽ നദറത്തുൽ ഊല വലൈസത് ലക്കൽ താനിയ. ആദ്യം കണ്ടുപോകുന്ന കാഴ്ച നമ്മൾ നോക്കിയതല്ല, നമ്മൾ കണ്ടുപോയതാണ്. ഉടനെ കണ്ണ് താഴ്ത്തി. ആ കണ്ടുപോയതിന് കുറ്റമില്ല, പക്ഷേ അത് സെക്കൻഡിന്റെ പകുതിയെ വേണ്ടു കണ്ണ് താഴ്ത്തുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈയിനെ പിടിച്ചു വെക്കണം. അതിനർത്ഥം ഉപദ്രവം ചെയ്യുക. ഉപകാരം ഒന്നും ഒരാൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, ഉപദ്രവം ചെയ്യരുത്. കുഫു ഐദിയക്കും, കൈയിനെ പിടിച്ചു വെക്കുക, ഉപദ്രവം ചെയ്യാതിരിക്കുക. ആർക്കും നമ്മളെ കൊണ്ടൊരു ഉപദ്രവം വരണ്ട. നമുക്ക് കൊണ്ടൊരു ഉപകാരം ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഉപദ്രവം ചെയ്യരുത്. കുഫു ഐദിയക്കും, നിങ്ങൾ കൈകളെ പിടിച്ചു വെക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിൽ ഗൈബതി കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുഅ്തിഖഹു മിനൻ നാർ. മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിൽ ഗൈബതി, ഒരു മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തിന് ഒരാൾ കാത്തു സൂക്ഷിച്ചു. ബിൽ ഗൈബതി, തന്റെ കൂട്ടുകാരൻ ഇവിടെ ഇല്ല, തന്റെ കൂട്ടുകാരന്റെ അഭാവത്തിൽ ആ കൂട്ടുകാരന്റെ അഭിമാനത്തിന് ഒരാൾ കവചം വെച്ചുകൊടുത്താൽ, അഭിമാനം പിച്ചു ചീന്താൻ സമ്മതിക്കാതെ നിർത്തിയാൽ, കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുഅ്തിഖഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് അയാളെ മോചിപ്പിക്കൽ അല്ലാഹുവിന് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ ഇല്ല, അപ്പൊ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി. പിന്നെ അന്ന് അവിടെ പൊന്നു സഹോദരൻ, നമ്മളത് പറയണ്ട, ഗീബത്തല്ലേ. തന്റെ കൂട്ടുകാരനെ, മുസ്ലിമീങ്ങളൊക്കെ കൂട്ടുകാരാ, തന്റെ ഒരു അഖ്, തന്റെ കൂട്ടുകാരൻ. അപ്പൊ ഈ പ്രൈവസികളൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന കാലം, ഒരു മനുഷ്യന്റെ സ്വകാര്യതകൾ, നമ്മുടെ ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു അപജയം അതാണ്. മനുഷ്യന്റെ സ്വകാര്യതകളൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലമാണ്. നമ്മളത് ചെയ്യരുത്. നമ്മളെ കൊണ്ട് ഒരാളുടെ അഭിമാനം ക്ഷതം വരുത്തിയിട്ട് എന്താ?
മൻ യത്തബി ഔറത അഖീഹിൽ മുസ്ലിം യഫ്ളഹു അല്ലാഹു വലൗ ഫി ഖഅരി ബൈതിഹി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കുഴപ്പങ്ങൾ, അവളുടെ കുഴപ്പമുണ്ടോ, ഈ കുഴപ്പമുണ്ടോ എന്ന് നോക്കി നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഒരാകെ അസുഖതായിരിക്കും, അല്ലെ കുഴപ്പമുണ്ടോ, കുഴപ്പമില്ല, എത്രയോ നന്മ ഉണ്ടാവും, അതൊന്നും അല്ലല്ലോ, കുഴപ്പമുണ്ടോ. ഇത് നോക്കി നടന്നാൽ ഈ മനുഷ്യനെ തന്റെ വീടിന്റെ മധ്യത്തിൽ വരെ അള്ളാഹു അപമാനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യണ്ട. ഇവിടെ പറഞ്ഞ ഈ പ്രത്യേകമായ സ്വർഗപ്രവേശനത്തിന് കാരണമായ വിഷയം തന്റെ കൂട്ടുകാരന്റെ അഭാവത്തിൽ നാട്ടിൽ പോയതാണ്, ആളിവിടെ ഇല്ല. അപ്പൊ അയാളെ പറ്റി എന്തോ ഒരു വിഷയം ഇവിടെ പറയാൻ പോവാൻ, നമ്മളത് പറയാൻ സമ്മതിച്ചില്ല. നമ്മൾ പറയരുത്, നമ്മളത് ചെയ്യരുത്, അവർ നല്ല കാര്യം ചെയ്തതായിരിക്കാം, അല്ലെ ഇങ്ങനെ ചെയ്തതായിരിക്കും. ഇൽതമിസൂലി അഖീകൽ ഉദർ, നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനൊരു കാരണം നമ്മൾ കണ്ടെത്തണം എന്നാ. വലോ 70 ഉദറ, 70ഓളം എക്സ്ക്യൂസുകൾ നമ്മൾ കാണണം, എന്നിട്ടേ തെറ്റിദ്ധരിക്കാൻ പോലും പാടുള്ളൂ എന്നാ. സുബ്ഹാനല്ലാഹ്, 70 അത് എണ്ണി തീരുമ്പോഴേക്കും തെറ്റിദ്ധാരണ പോകും. അതതിന്റെ ഏറ്റവും വലിയ യുക്തി. സുബ്ഹാനല്ലാഹ്, 70 കാരണങ്ങൾ ഒന്നുമല്ല. ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചതായിരിക്കും, അല്ല ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിയതായിരിക്കും. ഇങ്ങനെ ചിന്തിക്കണം എന്നാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം തന്നെ ഖൽബിനെ ഇങ്ങനെ ക്ലീൻ ആക്കി തരുന്നതാണ്. ഇതാണ് ഹദീസിന്റെയും ഖുർആനിന്റെയും പ്രത്യേകത. ഖൽബ് ഇങ്ങനെ പ്യൂറായിട്ട് വരണം, എങ്കിലേ അള്ളാഹുവിന്റെ നൂറ് ഖൽബിക്ക് വരുള്ളൂ. അതിനാണ് ഈ പറഞ്ഞിരുന്നത്, ആരെ പറ്റിയും മോശമായി നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ മോശമായിട്ട് വിചാരിക്കാൻ നമ്മളാരാ? നമ്മൾ വലിയ മുന്തിയ ആളുകളാണോ? നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മെ അങ്ങ് എക്സ്പോസ് ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ നമ്മൾ ആരെ പറ്റി എന്ത് ചെയ്യേണ്ട? കുറ്റം പറയാൻ നടക്കണ്ട. നമ്മുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്താക്കിയാൽ എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ വിചാരിക്കുന്നതൊക്കെ മറിഞ്ഞെടുക്കല്ലേ, അള്ളാഹുവിനെ വെളിച്ചത്താക്കിക്കൂടെ? അള്ളാഹുവിനെ വെളിച്ചത്താക്കിക്കൂടെ? മനുഷ്യനെ ഫദീഹത്താക്കിലൂടെ അള്ളാഹുവിന് ചെയ്യാം. നമ്മൾ ഒരാളുടെ അഭിമാനത്തിന് കാവൽ നിന്നാൽ, എപ്പോ ആ മനുഷ്യന്റെ അഭാവത്തിൽ, ബിഗൈബതിഹി, ആ മനുഷ്യന്റെ അഭാവത്തിൽ കാവൽ നിന്നു ആ മനുഷ്യന്റെ അഭിമാനം നമ്മൾ സൂക്ഷിച്ചാൽ നരകത്തിൽ നിന്ന് മോചനമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വലിയ ദേഷ്യക്കാരായ ആൾക്കാർ, അങ്ങനത്തെ ശാസ്ത്രമുണ്ടോ? ഭയങ്കര ദേഷ്യം പിടിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കിയെന്ന് ഞാൻ പറയണില്ല. ദേഷ്യം പിടിച്ചാൽ കിട്ടാത്തവരുണ്ടാവും. ദേഷ്യം പിടിച്ചാൽ കിട്ടണം എന്നാണ്. ഈ കിട്ടാത്തവർ ഒന്നിനും പറ്റാത്തവരാണെന്നല്ല. ദേഷ്യം പിടിച്ചാൽ കിട്ടും. അവനവനല്ലേ ദേഷ്യം വരുന്നത്. ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കണം. അങ്ങനെയാണ്. എന്ന് അറബികൾ പറയുന്ന, അറബിയിൽ ചൊല്ലൻ അങ്ങനെയാ. ദേഷ്യം പിടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിടോ, ദേഷ്യം പിടിക്കണില്ല, ഓ ഹിമാറാണെന്നാ. സുബ്ഹാനല്ലാഹ്, ദേഷ്യം പിടിക്കേണ്ട വിഷയം ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിന് ലിമിറ്റുകൾ. മനുഷ്യൻ ഓവറായിട്ട് എന്ത് ചെയ്യരുത്, ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യരുത്. ദേഷ്യത്തിന് ദേഷ്യമുണ്ട്, പക്ഷെ ബിഹേവിയർ വളരെ വൈസായിട്ട് ഇമോഷണൽ ആയി പോകരുത്. നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടാണ് പ്രതികരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വിഷയം നോക്കൂ. മൻ ഖലമ ഗൈലൻ, ഒരാൾ ഒരു ദേഷ്യം കടിച്ചിറക്കി, വഹുവ യസ്തതിഉ അൻ യുനഫിദഹു, ആ ദേഷ്യം നടപ്പാക്കാൻ അയാൾക്ക് കഴിയും. അങ്ങനത്തെ ഒരവസ്ഥയിൽ ആ ദേഷ്യത്തെ പിടിച്ചു വെച്ചു. എങ്ങനെ? ദേഷ്യം വന്നു, ആ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്തില്ല. ചെയ്യാൻ സാധിക്കും, ആരും ഇവനെ പിടിച്ചു വെക്കാൻ പോകുന്നില്ല. ദഅഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇയാളെ വിളിക്കും. അലാ റൂസിൽ ഖലായിഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുമ്പിൽ വെച്ച് ഇയാളെ വിളിക്കും. ഹത്താ യുഖയ്യിറഹു ഫി അയ്യിൽ ഹൂരി ശാഅ, സ്വർഗ്ഗത്തിലെ അപ്സരസ്സുകളിൽ ആരെ വേണമോ നീ സ്വീകരിച്ച് സ്വർഗ്ഗത്തിൽ പോയിക്കോ എന്ന് ഇയാളോട് അല്ലാഹു വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം വന്നിട്ടുണ്ട്, അത് നടപ്പാക്കാൻ പറ്റും. ഈ തല്ലിപ്പൊളിക്കലും എറിയലും നശിപ്പിക്കലും ഇതൊക്കെ ആ ദേഷ്യത്തിന്റെ ഒരു ബഹിർസ്ഫുരണങ്ങളാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്, മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റണം. മനുഷ്യന്റെ ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ പറ്റണം. ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യരുത്. അപ്പോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള അവസരം കൊടുക്കുകയായിരിക്കും. ഇങ്ങനെ ദേഷ്യമുള്ളവർക്കല്ല ഇപ്പൊ ഇതിന് ഈ ചാൻസ് ഇട്ടുള്ളൂ. അപ്പൊ ദേഷ്യക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം എന്താ കൊടുത്തിരിക്കുക? ആ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തോ, നിനക്ക് സ്വർഗമാണ്. യാ അല്ലാഹ്, എന്തൊക്കെയാണ്! കണ്ണ് തീരെ ചിമ്മാൻ പറ്റാത്ത ആൾക്കാരുടെ ഈ വിഷയം. എങ്ങനെ തുണി അഴിച്ചിട്ട് നടന്നാലും നോക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. നല്ല ഈമാനുള്ള മനുഷ്യൻ അതല്ല. ഇവൻ ഈ വല്ലാണ്ട് നോക്കി ആസ്വദിക്കുന്ന ആളാ. അവനോടാ നീ കണ്ണ് ചിമ്മിയേക്കണം. നിന്റെ ആ അസുഖം നിനക്ക് സ്വർഗം കിട്ടാൻ ഒരു കാരണമാക്കി കിട്ടിയേക്കാം. എന്തേ? ഞാൻ എന്റെ കണ്ണും ചിമ്മട്ടെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. യാ അല്ലാഹ്, നുണ പറയുന്ന ആളാ, ഇഷ്ടം പോലെ നുണ. നിന്റെ നുണ പറച്ചിലൊക്കെ നിർത്ത്. യസ്ദഖു ഇദാ ഹദ്ദസ്തും. യാ അല്ലാഹ്,
ഇങ്ങനെ ഓരോ വിഷയത്തിലും അള്ളാഹു ഖൈർ തന്നേക്കും. അതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ. മൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്നഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദാനം ഒരാൾ ചെയ്തു. മൻ തസദ്ദഖ ബിസദഖത്തിൻ, ഗൾഫുകാരാണ്, എന്തായാലും ദാനം ചെയ്യും അല്ലേ? നമ്മൾ ദാനം ചെയ്യുന്നതൊക്കെ ബോധിപ്പിക്കാനായി. ഇവിടെയാണ് ഇപ്പൊ പ്രശ്നം. ഉള്ള കാശൊക്കെ പോണത് അങ്ങനെയാണ്. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇപ്പൊ മൂപ്പരെന്തേ പറയില്ലേ, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അനുജൻ, അഞ്ചന്റെ മക്കള്, അയൽവാസി കൊണ്ടുചെന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയൂലേ? അതിനാ കൊണ്ടുപോണത്. എന്നാ പിന്നെ കടക്കാർക്ക് കുറെ കച്ചവടം നടന്നു എന്നല്ലാണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല. അതല്ല ഒരു സന്തോഷിപ്പിക്കൽ കൂലിയുള്ള കാര്യമില്ലേ? തഹാദു തഹാബു, ഹദിയ കൊടുത്തേക്കണം, ഹെബുണ്ടാവും. അതാണ് ഹദീത്ത്. സമ്മാനം കൊടുത്താൽ സ്നേഹം ഉണ്ടാവുന്ന. അത് വലിയ മുതലാളിമാർക്കാണെങ്കിലും ഒരു ദാനം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു, ഒന്നുമില്ല അയാൾക്ക് ഇങ്ങനത്തെ 100 വാങ്ങാൻ കഴിവുള്ള ആളാ, എന്നാലും ഒരാളൊരു ഗിഫ്റ്റ് കൊടുത്തു വലിയ സന്തോഷം ഉണ്ടാവുന്നു. തഹാദു തഹാബു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹം വേണ്ടേ? അന്യോന്യം എന്ത് ചെയ്യണം? ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നിൽക്കരുത്, അങ്ങോട്ട് കൊടുക്കും വേണം. യാ അല്ലാഹ്, തഹാദു തഹാബു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നാ. തഹാദു തഹാബു, നിങ്ങൾ ഗിഫ്റ്റുകൾ കൈമാറണം, നിങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവും. ഈ ഹദീസിനെ നമ്മൾ അങ്ങോട്ട് എടങ്ങേറാക്കിയിട്ട് മനുഷ്യന്മാർക്ക് കടബാധ്യത ആക്കി വെക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കൊടുത്താൽ തിരിച്ചു കിട്ടുക വേണം, ഇല്ലെങ്കിൽ പ്രശ്നമാക്കും. പറഞ്ഞത് ശരിയാന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ആരെങ്കിലും ഒരു സ്വതക്ക ചെയ്തു ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു, അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടണം. എനിക്കിതിന്റെ കൂലി ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു വിഷയം. അതിവിടെ കിതാബ് കണ്ടത് ആര് പറഞ്ഞല്ല, എനിക്കിങ്ങനെ തോന്നുന്നു, നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക, വല്ല ജില്ലാശുപത്രികളോ വല്ല മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം എന്നും ഈ രസവും എൻജോയ്മെന്റ് മാത്രമാക്കേണ്ട, കുറേ പട്ടിണിപ്പാവങ്ങളും രോഗികളും കിടക്കുന്ന സ്ഥലത്ത് ഒന്നും നിങ്ങൾ ഒറ്റക്ക് പോവുക. അറിയാത്ത കുറേ മനുഷ്യന്മാർ രോഗികളായി കിടക്കുന്നുണ്ട്. ജില്ലാശുപത്രികളിലൊക്കെ അങ്ങനെ ഉണ്ടാവും, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പോവുക. ഒരാൾക്ക് ഇന്ത്യൻ്റെ ഒരു 500 ഒരു 100 അല്ലെങ്കിൽ 1000 5000 നമ്മളെ കൊണ്ട് എത്ര കൊടുക്കാൻ പറ്റുക, ആ രോഗികൾക്ക് നിങ്ങൾ അവരുടെ തലയുടെ താഴെ അവരുടെ ബന്ധുക്കളുടെ കയ്യിലോ മരുന്ന് മേടിച്ചോളി. നിങ്ങളാരാ അവർക്കറിയില്ല, അവരാരാ നിങ്ങൾക്കും അറിയില്ല. ഇബ്തിഗാഅ വജ്ഹില്ലാ, പടച്ചോനെ നീ ഇതിന് കൂലി തരണം റബ്ബേ എന്ന് മാത്രം ഉദ്ദേശിച്ച് പട്ടിണി പാവങ്ങളായ രോഗികളായ ആളുകൾക്ക് ഈ ജില്ലാശുപത്രികൾ മറ്റ് മെഡിക്കൽ കോളേജുകളൊക്കെ ഇഷ്ടംപോലെ വരാന്തകളിൽ കിടക്കുന്ന ആൾക്കാരല്ലേ, സഹായം ചെയ്തു കൊടുത്തു പോരാ. പോകുമ്പോൾ ഒരിക്കലെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന നിയത്ത് ചെയ്യാൻ നമ്മൾ പറ്റുമെങ്കിൽ സമയം കണ്ടെത്തണം. കാരണം ലോകത്തിൻ്റെ മറുചിത്രം നമ്മൾ കാണണം. ഒന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ മനസ്സിലാവും നമുക്കൊക്കെ അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണെന്ന്. നമുക്കൊക്കെ പോരാ, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറയണ മനുഷ്യന്മാർ എന്ത് ചെയ്യുക, ഒന്ന് അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടാവും ചിലപ്പോൾ, ഒന്ന് കൈ പിടിച്ചിട്ട് നമുക്കൊന്ന് വിരുന്ന് പോകണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുക ഹോസ്പിറ്റലിലേക്ക് ഒരു വിരുന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കുക എന്താണ് ലോകം, എന്താണ് പ്രയാസം, എന്താണ് ബുദ്ധിമുട്ടുകൾ. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു. ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. നമ്മൾ ബന്ധുക്കൾക്ക് കൊടുക്കുമ്പം ഒരു കുറച്ച് ഇബ്ലീസ് ഇടക്കണ്ട് കയറി വരും മനസ്സിൻ്റെ ഉള്ളിക്ക്. അത് അമ്മായിക്ക് കൊടുക്കും, അമ്മായിക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ, അതൊന്നും അതില്ലാതെ കൊടുക്കുക. അമ്മായിന്റെ വായ മൂടി കെട്ടാൻ വേണ്ടി കൊടുക്കണ്ട, അതിന് കൂലി കിട്ടൂല. എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുക്കുക. സ്വകാര്യമായിട്ട് ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. സ്വകാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആൾക്ക് നിങ്ങളറിയില്ല, നിങ്ങൾ അയാൾക്കും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കൊടുക്കാൻ പറ്റിയാൽ അതാണ് രഹസ്യമായ സ്വതഖ. അതിന് ഇഷ്ടംപോലെ ചാൻസുകൾ അള്ളാഹു തരും. അതിനാണ് ഇങ്ങനെ രോഗങ്ങൾ, അതിനാണ് ഇങ്ങനെ രോഗികൾ, അതിനാണ് പട്ടിണിപ്പാവങ്ങൾ അള്ളാഹു വെച്ചത്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ നന്മ ചെയ്ത് പ്രതിഫലം വാങ്ങാനുള്ള അവസരങ്ങളാണ് അള്ളാഹു തരുന്നത്. അപ്പൊ ഇൻഷാ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭയങ്കര അത്ഭുതകരമായ ഹദീസാണ്. നമ്മുടെ സോഷ്യൽ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നഹ് ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وببيت في أعلى الجنة لمن حسن خلقه. حسنه الألباني صحيح حديثان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈം, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കുകയാണ്. ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മുറ്റത്ത് ഞാൻ നിങ്ങൾക്കൊരു വീട് തരാം. ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ. മുഅ്മിനീങ്ങളെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക,
ലിമൻ തറക്കൽ മിറാഅ, തർക്കം ഉപേക്ഷിച്ച ആൾ, വഇൻ കാന മുഹിഖ, ഇയാളുടെ പക്ഷമാണ് സത്യം എന്ന് ഉറപ്പാണ്, ഇയാളുടെ പക്ഷത്താണ് സത്യം, എന്നിട്ട് പോലും അവിടെ ഒരു തർക്കം വേണ്ട എന്ന് പറഞ്ഞ് തർക്കവും കശപിശയും ഒഴിവാക്കുന്ന ആൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തരും. ആര് പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കിക്കാനായിട്ട് അല്ലേ, ബോൺ ടു ഡിബേറ്റ്, തർക്കിക്കാനായിട്ട് ജനിച്ച മനുഷ്യന്മാരുണ്ടാവും. ഒരു മനുഷ്യനൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ ഹക്ക് മനസ്സിലാവാനുള്ള ചോദ്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ പോലും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലേ നിങ്ങൾ തർക്കിക്കാവൂ, ഏറ്റവും നല്ല രീതിയിൽ. എന്താ ഇപ്പൊ തർക്കത്തിന്റെ ഒക്കെ അവസ്ഥ? തർക്കിക്കുമ്പോ ഇബ്ലീസ് വരുന്നതാണ്. ഇബ്ലീസിന് ഭയങ്കര രസമുള്ള ഏർപ്പാടാണത്. നമ്മുടെ മനസ്സിൽ പലതും തോന്നിക്കും. ഞാൻ ജയിക്കണം എന്ന അവസ്ഥ വരും, എന്റെ പക്ഷമാണ് ശരിയെന്ന അവസ്ഥ വരും, ഞാൻ വലിയ ആളാണെന്ന തോന്നൽ വരും, എനിക്ക് വിവരമുണ്ട് എന്ന് വരുത്തണമെന്ന തോന്നൽ വരും. ഇതൊക്കെ വെച്ചിട്ടാ സംസാരിക്കുക. പിന്നെ ആ സംസാരം കൊണ്ട് ഫലം ഉണ്ടാവില്ല. ലിമൻ തറക്കൽ മിറാ, റൂമിലൊക്കെ ഉണ്ടാവും, ബാച്ചലർ റൂമിലൊക്കെ ഉണ്ടാവുന്ന അല്ലേ, ഒന്ന് കുബൂസും കറിയും വെച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന മറ്റും അവിടെ പറഞ്ഞല്ലോ, ഒരാൾ അവിടെ, ഒരു മൂലര് ഇവിടെ ഇങ്ങനെ വേദ പറഞ്ഞല്ലോ, മറ്റേതാ പറഞ്ഞല്ലോ, മറ്റേ സ്ഥാനാർത്ഥി ഇവിടെ ഇങ്ങനെ തർക്കിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളതിലേക്ക് കൂടണ്ട. ലിമൻ തറക്കൽ മിറാ, ഇവന്റെ പക്ഷത്താണ് സത്യം എന്നിട്ട് പോലും തർക്കം ഉപേക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്കൊരു ഹോബിയാണ്, ആ ഹോബി ഇങ്ങനെ മെല്ലെ മെല്ലെ ഡിസപ്പിയർ ആവണവരെ സഹിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അതൊരു വലിയ വിഷയമാണ്. വെറുതെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് എഴുതാനൊരു അവസരം ഉണ്ടാക്കുക എന്നല്ലാതെ സത്യം മനസ്സിലാക്കാനുള്ള ചോദ്യമാണോ കൊടുക്കണം. ചിലർ വെറുതെ ചോദിക്കും, എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്തെല്ലാം പറയാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതും റെക്കോർഡ് ചെയ്യാൻ പാടില്ലാത്തതും പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതും സ്വകാര്യതകളും സീക്രസികളും എല്ലാം വെളിച്ചത്താകുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കണ്ടേ? ലിമൻ തറക്കൽ മിറാ, സത്യം മനസ്സിലാക്കാൻ ഉദ്ദേശമുണ്ടോ പറഞ്ഞു കൊടുത്താൽ മതി. ഓൻ തർക്കിക്കാൻ വന്ന ആളാണ്, വെറുതെ സമയം കളയണ്ട. ലിമൻ തറക്കൽ മിറാ, അള്ളാഹുവിന് വേണ്ടി തർക്കം ഉപേക്ഷിച്ചാൽ അവർക്ക് എന്തുണ്ട്? സ്വർഗം കിട്ടുന്നതാണ്. പക്ഷെ തർക്കിക്കേണ്ട ഘട്ടം വന്നു. അതിനെ നമ്മൾ പറഞ്ഞു വജാദിൽഹും, ഖുർആൻ തന്നെ പറഞ്ഞു തർക്കിക്കേണ്ട അവസ്ഥ വരും. ചില ആളുകൾക്ക് ഭയങ്കര ഇന്റലക്ച്വൽ ഡിബേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴേ അവർക്ക് സത്യം മനസ്സിലാവൂ. അങ്ങനത്തെ ഉയർന്ന ഹൈ ലെവലിലുള്ള ചർച്ചകൾ വരും. അതിനാണ് ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അത് പറയുമ്പോൾ പോലും ഏറ്റവും നല്ല രീതിയിലേ തർക്കിക്കാവുന്ന, അത് ഡിബേറ്റർമാർ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, സംവാദങ്ങൾ ഉണ്ടാകും. എന്നൊക്കെ സംവാദങ്ങളുണ്ട്, യുക്തിവാദികളോട് സംവാദങ്ങളുണ്ട്. സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു സംവാദത്തിന് പോകുമ്പോൾ അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി, പടച്ചവനെ എന്റെ പ്രതിപക്ഷത്തിന്റെ കയ്യിലൂടെ എനിക്ക് സത്യം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്ന മഹാന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഡിബേറ്റ് ഒക്കെ ജയിച്ചത് ഇമാമുന ശാഫിഈ തങ്ങളാ. പക്ഷെ മനസ്സിലെന്താ പറയാ? പടച്ചവനെ സത്യം അവന്റെ കയ്യിലാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണം കേട്ടോ. ഇങ്ങനെയുള്ളൊരു വിശാലതൊക്കെ ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഏതോ വല്ല ഫെയറി ടെയിൽ പറയുന്ന പോലെ കഥ പറയാന്നല്ലാണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇത് കാണണം. അവിടെയാണ് മുസ്ലിം സമൂഹത്തിന് തിരിച്ചു വരാനുള്ളത്. സത്യമാണ് നിന്റെ കയ്യിലുള്ളത്, പക്ഷെ തർക്കിക്കുന്നവനോട് തർക്കിക്കാൻ നിൽക്കല്ല, അവനെ വിട്ടേക്ക്. അവനത് അസുഖമാണ്, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കിയേക്ക്. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ വാങ്ങിച്ചു തരാം. ആർക്ക്? ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ വഇൻ കാന മാസിഹ, തമാശ പറയുമ്പോഴും കളവൊഴിവാക്കുന്ന ആൾ. തമാശ പറയുന്നവരാണ് ഈ ജോക്കിന് വേണ്ടിയിട്ടാണ് നുണ പറയാ. അപ്പൊ പലതുണ്ടാക്കി പറയേണ്ടി വരും, ഇല്ലാത്തതായിരിക്കും പറയാ. അങ്ങനെ കുറച്ച് കൂട്ടിയാലായിരിക്കും ചിലപ്പോൾ ഓഡിയൻസ് ചിരിക്കാന്ന് വരിക. ഈ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നുണ പറയാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ അഖ്ലാഖിനെ സംബന്ധിച്ച് പറഞ്ഞത് തമാശയിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയുന്നത് ഉപേക്ഷിച്ച ആളിന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് തരാം.
ആരാണ് ജാമ്യം നിൽക്കുന്നത്? സയ്യിദുൽ അംബിയാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉയരങ്ങളിൽ ഞാൻ ഒരു വീട് തരാം. ലിമൻ ഹസുന ഖുലുഖുഹു, സൽ സ്വഭാവമുള്ള ആൾക്ക്. അതാണ് നമ്പർ 1. സൽ സ്വഭാവം നിങ്ങൾക്കുണ്ടോ, സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ ഞാൻ വീട് തരാം. എന്റെ ഉമ്മത്തിയാണല്ലോ, ഇയാളെ അഅലൽ ജന്നയിലേക്ക് കൊടുക്കണം. നല്ല സൽ സ്വഭാവിയായിരുന്നു, ആരെയും വെറുപ്പിക്കാത്ത ആളാണ്, ആരെയും വെറുപ്പുണ്ടാക്കാത്ത അവസ്ഥയിൽ പെരുമാറിയ ആളാണ്, ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല, സൽ സ്വഭാവിയാണ്. ഭയങ്കര പ്രയാസമാണ് അതൊക്കെ കേട്ടോ. സൽ സ്വഭാവം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് കാണുമ്പോൾ ചിരിക്കലല്ലേ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാറുണ്ട്, ഇങ്ങോട്ട് പെരുമാറുന്നതോട് അങ്ങോട്ട് നന്നായിട്ട് പെരുമാറും, അതല്ല സൽസ്വഭാവം, അത് മൃഗങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. പൂച്ചയോട് അങ്ങോട്ടൊന്നും ചെയ്തില്ലേ പൂച്ച അങ്ങോട്ടൊന്നും ചെയ്യൂല, പൂച്ചനെ അടിച്ചു നോക്കി റിയാക്ട് ചെയ്യും. മനുഷ്യന്മാരെങ്ങനെ? ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നവനോട് അങ്ങോട്ട് നന്നായിട്ട് പെരുമാറുക, ഇതാണ് സൽസ്വഭാവം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടാവുമ്പോഴല്ലേ സൽസ്വഭാവത്തിന്റെ കൂലി കിട്ടുള്ളൂ. ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യാൻ, അപ്പോഴല്ലേ അങ്ങോട്ട് നന്മ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ ഉയരങ്ങളിൽ സ്വർഗം കിട്ടാനുള്ള കാരണം ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന, നമ്മുടെ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ചിന്തിക്കുന്ന വലിയ വിഷയം ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം നാട്ടുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അവരൊന്ന് ചിരിക്കണം, അല്ലെ ഇടക്കൊന്ന് ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ഒന്ന് നമ്മളൊന്ന് സുഖിപ്പിക്കണം, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അപ്പൊ നമ്മൾ ഒരു ഉപകാരം ചെയ്യുന്നത് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തിരിച്ച് അയാൾ നമ്മെ ഉപദ്രവിക്കുകയാണ്. അവിടെ നമുക്ക് തിരിച്ച് നന്മയിൽ പെരുമാറാൻ കഴിയുന്നുണ്ടോ, അയാളാണ് സൽസ്വഭാവി. അതാണ് സൽസ്വഭാവം. അള്ളാഹു നമുക്ക് അങ്ങനെ നല്ല ഗുണങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. ഇതൊക്കെ ഭയങ്കര ആയുധമാണ്. എങ്ങനെ? ഏത് ശത്രുവിനെയും മിത്രമാക്കാനുള്ള ആയുധമാണിത്. ഏത് ശത്രുവും മിത്രമായിട്ട് വരും. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹൗളിൻ അദീം. തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കും, അപ്പോൾ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മിത്രമായി വരും. പരിശുദ്ധ ഖുർആൻ. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നമ്മൾ നിർത്തുകയാണ്, സമയം വൈകുന്നുണ്ട്. നമ്മൾ 9:00 തുടങ്ങിയത്, അപ്പോൾ 1.25 മണിക്കൂറായിപ്പോ. ഇനിയും സമയം 11 ആവുമ്പോഴേക്കും അല്ലേ. ഇനി പെണ്ണുങ്ങൾ പറയാൻ പഠിച്ചോളെ, നമുക്ക് വേണ്ടി ഇപ്പം എന്താ ഒന്നും കിട്ടിയില്ലല്ലോ കാര്യമായിട്ട്. അലാ ഉഖ്ബിറുകും ബിനിസാഇകും ഫിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ? ഏതൊക്കെ പെണ്ണുങ്ങളാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ, അവരൊക്കെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് പറഞ്ഞു തരിൻ. കുല്ലു വദൂദിൻ വലൂദ്, കുല്ലു വദൂദിൻ വലൂദ്. രണ്ട് നല്ല രസമുള്ള പ്രയോഗമാണ്. വദൂദ്, നല്ല സ്നേഹമുള്ള ഭാര്യ, നല്ല സ്നേഹിക്കുന്ന ഭാര്യ. ഭർത്താവ് അങ്ങോട്ട് സ്നേഹിക്കണം, അപ്പോഴേ ഇങ്ങോട്ട് സ്നേഹം കിട്ടുള്ളൂ. ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം നമ്മൾ വിചാരിച്ച് നടക്കുകയാണ്, പക്ഷെ ഇപ്പം എൻ്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെയല്ല. കുല്ലു വദൂദിൻ, നന്നായിട്ട് സ്നേഹിക്കുന്നവൾ. പക്ഷെ ഭാര്യമാർക്ക് അവരുടെ പ്രകൃതം അങ്ങനെയാണ്. നമ്മൾ ആണുങ്ങളെ കുറച്ച് പരുക്കന്മാരാണ്, പെണ്ണുങ്ങൾ വളരെ സോഫ്റ്റാണ്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനല്ല, വേറൊരു സ്കൂളിലെ മാഷായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരുമിച്ചൊരു വിഷയത്തിൽ ഒരുമിച്ചിരുന്നപ്പോൾ ഒരു ഹദീസ് വന്നപ്പോൾ ഞാൻ തമാശയിൽ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. റിഫ്ഖം ബിൽ ഖവാരീർ, പെണ്ണുങ്ങളോടൊക്കെ വളരെ മൃദമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞ ഹദീസിൽ റിഫ്ഖം ബിൽ ഖവാരി, കുപ്പികളാണ്, അവരെ മെല്ലെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളുടെ ഒട്ടകം ഒന്ന് സ്പീഡിൽ നടത്തിയപ്പോൾ ഒരു സ്വഹാബിയോട് പറഞ്ഞതാ, കുപ്പികളാണ്, പൊട്ടാതെ മെല്ലെ നോക്കണം കേട്ടോ, പെണ്ണുങ്ങളല്ലേ, അവരൊക്കെ മെല്ലെ സോഫ്റ്റായിട്ട് കൊണ്ടുപോകിൻ എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചിക്കണോ എന്ന് ചോദിച്ചു. ആ കല്യാണം കഴിച്ചിക്കണം. എന്നിട്ടും നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറയുന്നുള്ളൊരു അറബ് നാഷണലാണ്, ഉപരവസ്ഥ എന്താ നമുക്കറിയില്ല. കല്യാണം കഴിച്ചിട്ടും പെണ്ണുങ്ങൾ എത്ര സോഫ്റ്റ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പം ഇത് എന്നാലും ഒരു അങ്ങനെ തന്നെയാണ്, നമ്മളെപ്പോലെ ഒന്നല്ല, കുറേയേറെ ക്ഷമിക്കാനൊക്കെ ഒരു കഴിയുന്നവരാ. പിന്നെ ഈ സീരിയൽ കണ്ടടക്കുന്ന പെണ്ണുങ്ങളെ തീരെ ക്ഷമിക്കാതിരിക്കുക. അവർക്ക് ഇതൊക്കെ ഈ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടൽ ഈ സീരിയൽ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഒരു പച്ചയിൽ ഒരു അങ്ങനെ തന്നെ ആണെങ്കിൽ നല്ല സ്നേഹമുള്ളവരും നല്ല ഒതുക്കമുള്ളവരും കുറേയേറെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിവുള്ളവരാ. കുല്ലു വദൂദിൻ, നന്നായി സ്നേഹിക്കുന്നവരും, വലൂദിൻ, കുഞ്ഞിനെ
പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഒരു കുട്ടിയാകുമ്പോഴേക്കും ഇന്നിപ്പം പോരെ, നമുക്ക് ഒന്നും കൂടി ആവല്ലേ, 2 മതിയോ, ഒന്ന് നിർത്ത, ഇനി വേണ്ട വേണ്ട വേണ്ട, ഇതല്ല. വലൂദിൻ ഇക്കോട്ടെ. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമായിരുന്നല്ലോ, ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന, പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായ പെണ്ണ് സ്വർഗത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഗളിബത്, ഇനി വിശേഷണം എന്താ? അവൾക്ക് ദേഷ്യം വന്നു. ഔ ഉസിഅ ഇലൈഹ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചു. ഔ ഗളിബ സൗജുഹാ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് ദേഷ്യം സംഭവിച്ചു. ദേഷ്യപ്പെട്ടാൽ ഖാലത്, തന്റെ ഭർത്താവ് ദേഷ്യപ്പെട്ട് വന്നതാണ്, ഹാദിഹി യദി ഫി യദിക്, എന്റെ കൈയിതാ നിങ്ങളുടെ കയ്യിൽ ഞാൻ വെക്കാൻ, ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർലാ, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ ഉറങ്ങൂല കേട്ടോ എന്ന് പറയുന്ന പെണ്ണ് അവൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ജോലി കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും, പല വേവലാദികളും പറയാനുണ്ടാവും. ഈ ജോലി കഴിഞ്ഞ് വരുന്ന നേരത്തെ തന്നെ പറയരുത്, പുഞ്ചിരിച്ചിട്ടേ ഭർത്താവിനെ സ്വീകരിക്കാവുന്ന. ഇന്നലെ നടന്നതിന് ഇപ്പോഴും മുഖം കറുപ്പിച്ച്, അതൊക്കെ കറുപ്പിച്ചോ, കുറച്ച് കഴിയട്ടെ. ഭർത്താവ് വന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു, സന്തോഷിപ്പിച്ചു, പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം. പക്ഷെ കയറി വരുമ്പം തന്നെ അങ്ങനെയല്ല നിൽക്കേണ്ടത്. അപ്പൊ പുഞ്ചിരിച്ച് ആ ഒരു സന്തോഷത്തെ സലാമൊക്കെ പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, അവരെ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത്, അവർ ഉറക്ക് വിശ്രമിക്കാനുണ്ടാവും, ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു, ഒക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇനി അവിടെ പോണ്ടേ, ഇവിടെ പോണ്ടേ, അത് വാങ്ങണ്ടേ, ഇത് വാങ്ങണ്ടേ, ആ പരാതി, ഈ പരാതി, ഇതൊക്കെ അപ്പം പറഞ്ഞേക്കണം. മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്യരുത്, കയറി വരുമ്പം തന്നെ പ്രയാസങ്ങൾ പറയരുത്. ഇത് ആരും ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇത് കാണാനും ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരത്ത് വാതിൽ ഉറക്കടക്കരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, വലാ തുഗ്ലിഖിൽ ബാബ മിൻ വറാഇഹി, പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴേക്കും ഡോർ ക്ലോസ് ചെയ്തു. അല്ല, കണ്ണിൽ നിന്ന് മറയുന്നവരെ ഒന്ന്, കണ്ണിൽ നിന്ന് മറയുന്ന സാവകാശം വരെ കാത്തിരുന്ന് എന്നിട്ടേ വാതിലടക്കാവൂ. ഇതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമാണെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുല്ലു വദൂദിൻ വലൂദ്, സ്നേഹമുള്ളവൾ, കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ, ദേഷ്യപ്പെട്ടാൽ, ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ അവൾ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയാണ്, ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർലാ, നിങ്ങൾക്ക് എന്നോട് പൊരുത്താവണം വരെ ഞാൻ ഉറങ്ങൂലട്ടോ, എന്റെ ഉറക്കിന്, എനിക്ക് കണ്ണിന് മധുരം വരില്ല എന്ന് പറയുന്ന പെണ്ണ്, ദേഷ്യം വന്നാൽ അവളാണ് അതിനെ അടക്കി പിടിക്കുന്നത്, അവളാണ് അതിനെ ഒതുക്കുന്നത്, അവളാണ് അവിടെ സന്തോഷം തരുന്നത്. അങ്ങനത്തെ പെണ്ണ് സ്വർഗത്തിലെ പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പെണ്ണുങ്ങളെ, നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റി ചിന്തിക്കുക. നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷം ഉണ്ടാവും. അല്ലാഹ് സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇനിയും ഇതിൽ ചർച്ചകൾ നടക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി സ്വർഗപ്രവേശ റബ്ബ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമ്മുടെ അടുത്ത് ഇസ്ലാം ആശ്ലേഷിച്ച് മുസ്ലിമായ ഒരു സഹോദരി ഈ സദസ്സിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെറുപ്രായത്തിലെ മുസ്ലിമായി ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല അവർക്ക് ഈമാൻ ഇസ്ലാമിലേക്ക് വന്നത് എന്നേക്കും സ്വർഗപ്രവേശനത്തിന് കാരണമായി അമലാക്കി റബ്ബ് മാറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദീൻ അറിയാനും ഒരുപാട് പഠിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് സംബന്ധമായി കുടുംബത്തിലോ ജോലിസ്ഥലത്തോ അല്ലാത്തിടത്തോ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർ വിചാരിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ അതെല്ലാം അല്ലാഹു തആല വളരെ റാഹത്തിലാക്കി, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവരുടെ ഈമാനിന്റെയും ഹിദായത്തിന്റെയും വഴി അല്ലാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് പ്രത്യേക ദുആ ചെയ്യാം. പിന്നെ ഇവിടെ ചോദ്യം ഉള്ളത്, ഗൾഫിലുള്ള ഭർത്താവ് വാട്സപ്പിലൂടെ ഭാര്യയെ വിളിച്ചാൽ, അപ്പം തന്നെ നിങ്ങൾക്ക് ശരിയാവുന്നില്ല ഈ വാട്സപ്പ് കേൾക്കുമ്പോഴേക്കും, ഭാര്യയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ ഭാര്യക്ക് നിർബന്ധമുണ്ടോ? ഉത്തരം കൊടുക്കാൻ ഞാൻ എന്താ സംഭവിക്കാന്ന് പോലിക്കേ അറിയുള്ളൂ അല്ലേ. ഭർത്താവിന് ഉത്തരം കൊടുക്കണം എന്നാണ്. പക്ഷെ ഭർത്താവിന് ഒരു പണിയില്ലാതെ വാട്സപ്പ് കയറി ഇരിക്കുകയാണ് പണി. അതിനൊരു പ്രശ്നമല്ല. പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം, നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാവും. കറണ്ട് പോയിട്ടുണ്ടാവും, കുട്ടിൻ്റെ യൂണിഫോം ഇസ്തിരിട്ടിട്ടില്ല, ബസ് വന്നിട്ടുണ്ട്, കുട്ടിക്ക് ലഞ്ചായിട്ടില്ല, അപ്പോഴേക്കൊരു വിരുന്നേര് കയറി വരുന്നു, അപ്പോഴേ ഒരാൾ യാചകം വന്ന് കിടക്കണം, അപ്പോഴേക്ക് ഉമ്മ വിളിച്ച് മരുന്ന് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ അവൻ വാട്സപ്പ് കയറി കളിക്കുന്നത്. അപ്പോൾ ഇടങ്ങേറാക്കുന്ന വാട്സപ്പാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അല്ലാത്ത അവസ്ഥയിൽ സ്വാഭാവികമായും ഭർത്താവിന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെയാണ്.
ഭർത്താവ് വിളിച്ചാൽ ഫോൺ എടുക്കൂല, അതൊക്കെ ഗുരുതരമായ തെറ്റാണെന്നാണ്. തൊലാക്ക് സംഭവിക്കണം, തൊലാക്കായ പെണ്ണാണ്, പിന്നെ പ്രശ്നമില്ല. അല്ലാത്തൊരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ അവർ ഉത്തരം കൊടുക്കണം എന്നാണ്. നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരുണ്ട്, അവരെ പറ്റിയല്ല പറഞ്ഞത്. സ്വാഭാവികമായും അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ അതേ മാർഗമുള്ളൂ, ആയിക്കോട്ടെ, റെസ്പോണ്ട് ചെയ്യണം, അവൾ ഉത്തരം കൊടുക്കുക തന്നെ വേണം. ചെന്ത ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. പൊതുപരീക്ഷ നടക്കുകയാണ്, കുട്ടികൾക്ക് അള്ളാഹു തആല നല്ല വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹറിന്റെ അവകാശം ആർക്കാണ്? മഹർ പെണ്ണിനുള്ളതാണ്, പുതിയണ്ണിനുള്ളതാണ്. മഹർ അവളുടെ അവകാശമാണ്. ഒരു പുതിയണ്ണ ആരാണോ ഭാര്യ, അവൾക്കുള്ളതാണ് മഹർ. അത് അവൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ എന്ത് ചെയ്യുക? ഇപ്പോൾ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് മഹർ പറഞ്ഞാൽ മതി എന്നാ, ഏത് നിനക്ക് ഇത്ര മഹർ ഞാൻ തരാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ആ മഹറിന് നിക്കാഹ് നടക്കും. നിക്കാഹ് കഴിഞ്ഞിട്ട് പെണ്ണ് പറയാണ് ഭർത്താവിന്റെ അവസ്ഥയും കടങ്ങളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, എന്നാ പിന്നെ എന്റെ മഹർ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടൊന്നും തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം. മഹർ ഓള് പറഞ്ഞു ഞാൻ വാപ്പാക്ക് കൊടുക്കുകയാണ്, എന്നാ വാപ്പാക്കായി. മഹർ ഓള് പറഞ്ഞു ഞാൻ മറ്റാർക്കെയും കൊടുക്കുകയാണ്, അവൾക്കത് സ്വതക്കയെ എന്തും ചെയ്യാം. മഹറിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഭാര്യയ്ക്കുള്ളതാണ്, അത് അവരുടെ അവകാശമാണ്. ഇത് നിസ്കാരം ഖളാ ഉള്ള ഒരു മനുഷ്യൻ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് അതായിരിക്കും ആ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു പ്രേ സുന്ന? വിഷയം നിസ്കാരം ഖളാ ആയിട്ടുള്ള ആളുകൾ ഖളാ വീട്ടലാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി അവർക്ക് അതാണുള്ളത്. സുന്നത്ത് നിസ്കരിക്കാനുള്ള ആഫിയത്തുണ്ടോ, സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടോ, ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയൊരു ഫർള് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് സുന്നത്ത് നിസ്കാരം വേണ്ട എന്ന് പറയാൻ കാരണം. അതിനർത്ഥം സുന്നത്ത് നിസ്കരിക്കാനൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടണം എന്നല്ല. സുന്നത്ത് നിസ്കരിക്കാനൊക്കെ അയാൾക്ക് പറ്റുന്നുണ്ടോ, ആ സ്ഥാനത്ത് ഫർളായിക്കോട്ടെ. കാരണം ഫർളിനാണ് മുൻഗണന, ഫർളാണ് മുൻഗണന. മറ്റേത് സുന്നത്ത് ചെയ്യാതിരിക്കാം, ഇത് ചെയ്യാൻ നിർബന്ധമുള്ളതല്ലേ. അതുകൊണ്ട് ഇപ്പൊ തറാവീഹ് വരാൻ പോകുന്നുണ്ട്, തറാവീഹിനെ ഉഷാറായിട്ട് പോരാ. കുറെ കൊല്ലമായിട്ട് സുബഹിനെ നിസ്കരിച്ചിട്ടില്ല, എന്നാൽ പിന്നെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ മിനിമം അയാൾക്കൊരു 10 സുബഹിയെങ്കിലും കിട്ടും. ഇമാമിന്റെ കൂടെ നിന്നോട്ടെ, എന്നിട്ട് ഞാൻ സുബഹി നിസ്കരിക്കണത്, അല്ലാഹു അക്ബർ, 2 റക്അത്ത് സുബഹി ഖളാ കൂട്ടിക്കോട്ടെ. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹും വേക്ക് പോയിട്ട് ഇരിക്കുകയാണ്, എനിക്കിത് പറ്റൂല കേട്ടോ, കർണിൽ ഉസ്താദ് പറഞ്ഞത്, എനിക്ക് എത്ര നിസ്കാരം ഖളാ ഉണ്ടെന്നാ, അതല്ല ഈ പറഞ്ഞതിനർത്ഥം. നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ, ഫർളാണ് ഖളാ കൂട്ടേണ്ടത് എന്നല്ല. സുബഹി പാടില്ല, ഹറാമാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. നിസ്കാരം ചെയ്യാൻ സുന്നത്ത് പാടില്ല എന്നല്ല, അതങ്ങ് തെറ്റിദ്ധരിക്കരുത്, മുമ്പ് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ഖളാ കൂട്ടണം ഇൻഷാ അല്ലാഹ്. ഖളാ ഉള്ളതൊക്കെ ഖളാ കൂട്ടി അള്ളാഹുടെ പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക. കാരണം മുഴുവൻ ഖളാ കൂട്ടാതെ നമുക്ക് മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹു പുറത്തു തരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഖളാ വീട്ടുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ജീവിച്ചു വല്ലാണ്ട് പുറത്തുമുട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ദീനിലേക്ക് തിരിച്ചു വന്നാൽ ഭയങ്കര ഈമാനായിരിക്കുന്ന, അങ്ങനെയാണ്, ഭയങ്കര ഈമാനായിരിക്കും. A religious person is he who is afraid to go to hell. അല്ലെ, ഒരു മതവിശ്വാസി എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഷെയ്ഖ് ഹംസ യൂസുഫിന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ അനുഭവം അദ്ദേഹം പറഞ്ഞതാണ്. A religious person is somebody who is afraid to go to hell. മതവിശ്വാസി എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോകാൻ പേടിക്കുന്ന ആളാണ് മതവിശ്വാസി. A spiritual person is somebody who had been to hell and he doesn't want to go back. ഒരു ആത്മീയത കിട്ടിയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നത്, ഇനി അങ്ങോട്ട് പോകാൻ ഇയാൾ ഉദ്ദേശിക്കണില്ല എന്നാണ്. ഈ മനുഷ്യനൊരു ക്രാക്ക് കൊക്കൈൻ, വലിയ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ആ മനുഷ്യൻ മുസ്ലിമായി കാലിഫോർണിയയിലെ അദ്ദേഹം അവിടുത്തെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആന്റി നർക്കോട്ടിക് സെല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം തന്നെ അനുഭവം പറഞ്ഞതാ, നരകത്ത് പോയിട്ട് തിരിച്ചു വന്ന ആളാ, ഇനി ഞാൻ നരകത്തേക്ക് തിരിച്ചു പോകില്ല. അതാണ് ശരിക്ക് ദീനിന്റെ സത്ത കിട്ടിയ മനുഷ്യൻ ചിന്തിക്കൽ അങ്ങനെയാണ്. അപ്പോൾ ഒരുപക്ഷെ ആളുകൾ അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ തിരിച്ചു വന്നേക്കും, അതൊരു ഭയങ്കര തിരിച്ചുവരവായിരിക്കും. അപ്പൊ നഷ്ടപ്പെട്ടു പോയി നിസ്കാരത്തെ സംബന്ധിച്ച് അപ്പോഴേക്കും ചിന്തിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം ഇൻഷാ അല്ലാഹ്. അത് വീട്ടണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അവർ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് എനിക്കറിയുന്നില്ല. നമ്മുടെ ഉലമാ ഐക്യകണ്ഠേന പറഞ്ഞ വിഷയമാണ്. നിസ്കാരം ഒരു മനുഷ്യന് പ്രായപൂർത്തി ആയയിടം മുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഖളാ വീട്ടിയേ പറ്റൂ. ഖളാ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തേനർത്ഥം? ഒരാൾക്ക് വെറുതെ ഇരുന്നിട്ട് നിസ്കാരം ഖളാ ആക്കാൻ പറ്റുന്നോ? അല്ല, ഒരാൾക്ക് നിസ്കരിക്കേണ്ട ബാധ്യതയായ പ്രായമായി ബാധ്യതയുണ്ടായിരുന്ന സമയങ്ങളിൽ നിസ്കരിക്കാതെ പോയതെല്ലാം ഖളാ വീട്ടിയേ പറ്റൂ. തീർച്ചയായും അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അത് അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്താനല്ല, ആ നിസ്കാരങ്ങളുടെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടണം. പിന്നെ അതിൻ്റെ പേരിൽ നാളെ അള്ളാഹുവിനടുത്ത് ചോദ്യം ചെയ്യപ്പെട്ടാൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ കുറേ കൊല്ലങ്ങളുണ്ട് എന്നൊക്കെ പറയും, ഒക്കെ കലണ്ടർ കൃത്യമായിട്ട് വെക്കുക. അത്രയും പൈസ കിട്ടാനാണെങ്കിൽ നമ്മൾ കൃത്യമായ കണക്കുണ്ടാക്കൂലേ? അത് അള്ളാഹുവിന് വേണ്ടിയുള്ള വിഷയമാണ്. കൃത്യമായിട്ട് ചാർട്ട് ഉണ്ടാക്കിക്കോ, ടൈം ടേബിൾ വെച്ചോ, ഷെഡ്യൂൾ വെച്ചോ. ഒരു ദിവസം ഇത്ര നിസ്കാരം ഖളാ കൂട്ടുന്നു, കൃത്യമായിട്ട് ഖളാ കൂട്ടന്നെ വേണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഒരുപാട് വഴികൾ ഞങ്ങൾ അറിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, അതിലേതെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് നീ നിലനിർത്തി തന്ന് നിന്റെ സ്വർഗ്ഗപ്രവേശം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളുടെ ഈമാൻ ഉറപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ കൈകാലുകൾ, ശരീരത്തിന്റെ അവയവങ്ങൾ സൂക്ഷിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങളുടെ കണ്ണും കാതും നീ സൂക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാവും മനസ്സും ബ്രെയിനും നീ സൂക്ഷിക്കണേ പടച്ചോനെ. അല്ലാഹുവേ, തിന്മയിലേക്ക് പോകാതെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു, നീ തന്ന അനുഗ്രഹങ്ങളും നീ തന്ന ശരീരവും നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ, ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ ഇൽമും ഞങ്ങളുടെ കച്ചവടവും തൊഴിലും കുട്ടികളും മക്കളും